നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. ബംഗാളി ഭദ്രലോക് എന്നൊക്കെയാണ് വിശേഷണം. സാംസ്കാരിക, വിദ്യാഭ്യാസ, രാഷ്ട്രീയ മേഖലകളിൽ അതിസമ്പന്നമായ ചരിത്ര പാരമ്പര്യവും ബംഗാളിനുണ്ട്. പക്ഷേ രാഷ്ട്രീയ എതിരാളികളെ കായികമായി നേരിടുകയും ഗുണ്ടായിസം കാണിക്കുകയും അവിടുത്തെ ശീലവുമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസിനേറ്റ പരാജയത്തെ തുടർന്ന് സംസ്ഥാന വ്യാപകമായി തൃണമൂൽ പ്രവർത്തകർക്കു നേരെ BJP പ്രവർത്തകർ വ്യാപകമായ അക്രമം അഴിച്ചുവിടുകയാണ്. അതിപ്പോൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ സമുന്നത നേതാക്കൾക്കു നേരെയും തിരിഞ്ഞിരിക്കുന്നു. തൃണമൂൽ ജനറൽ സെക്രട്ടറിയും പാർട്ടിയിൽ രണ്ടാമനുമായ അഭിഷേക് ബാനർജിയെ ഇന്നലെ BJPക്കാർ ആക്രമിച്ചു. ആൾക്കൂട്ടാക്രമണത്തിൽ നിന്നും കഷ്ടിച്ചാണ് അഭിഷേക് രക്ഷപ്പെട്ടത്. തലയ്ക്ക് ഏറ് കിട്ടാതിരിക്കാൻ ക്രിക്കറ്റിനൊക്കെ ഉപയോഗിക്കുന്ന ഹെൽമെറ്റ് ഉപയോഗിച്ചാണ് രക്ഷ തേടിയത്. ഇന്ന് തൃണമൂലിൻ്റെ മുതിർന്ന നേതാവും ലോക്സഭയിൽ പാർട്ടി വിപ്പുമായ കല്യാൺ ബാനർജിക്കു നേരെയും ആക്രമണം നടന്നു. സായുധരായ പോലീസിന് മുന്നിൽ വെച്ചായിരുന്നു 65-കാരനായ MPയെ തലയ്ക്കടിച്ചു വീഴ്ത്തിയത്. BJPയുടെ ആസൂത്രിതമായ ആക്രമണം എന്നാണ് തൃണമൂലും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികളും പറയുന്നത്. എന്നാൽ 15 വർഷത്തെ തൃണമൂൽ ഭരണത്തിൽ ജനം ഉള്ളിലൊതുക്കേണ്ടി വന്ന രോഷം പുറത്തു വരുന്നതെന്നാണ് BJPയുടെ വാദം. ബംഗാളിൽ മുതിർന്ന തൃണമൂൽ നേതാക്കൾക്കു നേരെ നടക്കുന്ന ആക്രമണം ആസൂത്രിതമോ ജനരോഷമോ? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. ഇതിൽ ആദ്യ പ്രേക്ഷകൻ ദിവാകരനാണ് തലശ്ശേരിയിൽ നിന്നും. ദിവാകരനിലേക്ക് കടക്കും മുമ്പ് തന്നെ ഇന്നലെ യൂട്യൂബിലെ കമൻറ്റുകൾ വായിക്കാൻ വിട്ടു. അതുകൊണ്ട് ഇന്ന് ആ തുടക്കത്തിൽ തന്നെ ഒരു വന്ന കമൻറ്റുകൾ അങ്ങ് വായിച്ചേക്കാം. നമസ്കാരം കിരൺ, സുഖമാണോ എന്ന് ഷിജു കിരിയത്ത് ചോദിക്കുന്നു. വിൽ യു റീഡ് കമൻറ്റ്സ് അറ്റ്ലീസ്റ്റ് ടുഡേ എന്ന് ഷിജു കിരിയത്ത് ചോദിക്കുന്നു. ഇറ്റ്സ് ആൻ അറ്റാക്ക് ഓർഗനൈസ്ഡ് ബൈ സംഘപരിവാർ ആൻഡ് പുട്ട് ദി ബ്ലെയിം ഓൺ പബ്ലിക്. ഈറ്റ്സ് കോമൺ സെൻസ് എന്ന് കൂടി പറയുന്നു. സുനിമോൾ നമസ്കാരം കിരൺ എന്നൊക്കെ പറയുന്നു. എന്തായാലും നമുക്ക് ദിവാകരനിലേക്ക് തന്നെ വരാം. ശ്രീ ദിവാകരൻ, ബംഗാളിൽ നടക്കുന്നത് മറ്റ് ഒരു സംസ്ഥാനത്ത് നടക്കാത്ത തരത്തിലുള്ള ചിലതാണ്. തൃണമൂൽ കോൺഗ്രസ് ഇതുവരെ സംസ്ഥാനം ഭരിച്ചിരുന്ന പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന നേതാക്കളെ, കല്യാൺ ബാനർജിയൊക്കെ MPയും മുതിർന്ന നേതാവുമാണ്, സംസ്ഥാനത്ത് തന്നെ തലമുതിർന്ന നേതാവാണ്. അദ്ദേഹത്തെ പോലീസിൻ്റെ സാന്നിധ്യത്തിൽ തലയ്ക്കടിച്ച് വീഴ്ത്തുന്നു BJP പ്രവർത്തകർ. ഇന്നലെ അഭിഷേക് ബാനർജിയെ മുട്ടയെറിഞ്ഞൊക്കെയാണ് ആളുകൾ അദ്ദേഹത്തെ ആക്രമിച്ചത്. ഈ ആക്രമണം ജനരോഷമാണെന്നാണ് BJP പറയുന്നത്. അങ്ങനെയല്ല, ഇത് ആസൂത്രിതമായി BJP തൃണമൂൽ നേതാക്കൾക്കു നേരെ ആക്രമണം അഴിച്ചുവിടുകയാണെന്ന് തൃണമൂലും മറ്റ് പ്രതിപക്ഷ കക്ഷികളും പറയുന്നു. താങ്കൾക്ക് ഇതിൽ എന്താണ് അഭിപ്രായം? സാറേ, ഭരണം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാല് ഒന്നും നോക്കുന്നില്ല. വലിയ ഞമ്മളാ ഇത് കിണറിലുള്ള തവള പോലെ ലോകം. പിന്നെ അതായത് ഇത് ഗ്രീഡി മാന്റെ കഥ പോലെ, പ്രൗഡ് ഗോസ് ഫോർ എ ഫോൾസ് എന്നുള്ള ഒരു കഥയില്ല, അതുപോലെ ഇത് തോന്നിയാസം നടത്തുക. അതായത് ഫ്യൂച്ചറിൽ ഞങ്ങൾക്ക് വരുന്ന ആപത്ത് എന്തെന്നാണെന്ന് നോക്കുന്നില്ല. അതാണ് ഓരോരാളെ പിടിച്ചിട്ട് ജയിലിടുമ്പം ഓരോ തോന്നുന്നത് ഞാനതിന് പോണ്ടേന്നുള്ളത്. ചോരത്തളപ്പിന് ചെയ്യുക എന്തെന്നായത് ഒരു ജീവിതമല്ലേ മനുഷ്യൻ. ഇങ്ങനത്തെ കളിയെല്ലാം കളിക്കുന്ന ഫ്യൂച്ചറിൽ വരുന്ന നാശനഷ്ടങ്ങൾ നോക്കണ്ടേ. തൃണമൂൽ കോൺഗ്രസ് പിന്നെ അന്ന് ഭരിച്ചിട്ട് നല്ല നിലയിൽ ഏകദേശം നല്ലതും എല്ലാം പൂർണ്ണതയിൽ എത്തൂലാലോ. അപ്പോ ഈ ഭരണം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളടിക്കുക എല്ലാം എല്ലാം നേരത്തെ പറഞ്ഞ പോലെ കിണറിലെ തവള പോലെ കളിച്ചു കഴിഞ്ഞാൽ അതിന് ആ ശിക്ഷ ഗോഡ് സീസ് ദ ട്രൂത്ത് ബട്ട് വെയിറ്റ് എന്ന് പറഞ്ഞാൽ ശിക്ഷ എല്ലാം കൊടുക്കും. മുമ്പ് താമസിച്ചില്ല, ഇപ്പം വേഗം തന്നെ ഏർലി സ്റ്റേജിൽ തന്നെ കൊടുക്കുന്നുണ്ട് സാറേ. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. മറ്റു പ്രശ്നങ്ങളിലേക്ക് പോകണം. ശ്രീ മഞ്ചേരിയിൽ നിന്ന് മുഹമ്മദാണ്. ശ്രീ മുഹമ്മദ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇത് ആസൂത്രിതമായ ഒരു ആക്രമണമാണോ അതോ ഇത് ജനരോഷം ഉണ്ടാവുന്നതാണോ? നമസ്കാരമുണ്ട് കിരൺ സാറേ. നമസ്കാരമുണ്ട്. പിന്നെ ഇപ്പൊ 2 ദിവസം മുമ്പ് നമ്മളെ പൊതുവേദിയില് ആദ്യമായിട്ടൊരു മാഡം പറഞ്ഞു, പിന്നെ മാഡം കുറച്ച് കഴിഞ്ഞ ശേഷം പറഞ്ഞു, അങ്ങനെ 2 മാഡം പറഞ്ഞു. അതിൽ ആദ്യം പറഞ്ഞ മാഡം പറഞ്ഞത് പിന്നെ ഇത് ഹിന്ദുരാഷ്ട്രല്ലേ എന്നുള്ളത് ആക്രമണത്തിനെ പറ്റി പറഞ്ഞത് ആദ്യം പറഞ്ഞത്. ഇതിപ്പോ ഇന്ത്യ മനസ്സിലത് ഓർമ്മയിലുണ്ട്. അപ്പോ രണ്ടാമത് പറഞ്ഞ മാഡം അത് തന്നെയാണ് പറഞ്ഞത്, ഹിന്ദുരാഷ്ട്രല്ലേ. അപ്പൊ ഇവിടത്തെ കാര്യമാണ് മാഡം പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇവിടത്തെ കാര്യം ഈ UDF ജയിപ്പിച്ചത് ഇവിടുത്തെ ഈ നാട്ടിലുള്ള പല സംഘടനകളും മനുഷ്യരുമാണ് ജയിപ്പിച്ചത്. അതായത് പല സംഘടനകളും ഉണ്ട്. സംഘടനയെ പറ്റി സാറിന് ഞാൻ പറഞ്ഞു തരണ്ട, സാറിന് അറിഞ്ഞു, ഞാൻ അത് കൂടുതൽ പറയില്ല. അതേപോലെ ഹിന്ദുരാഷ്ട്രം എന്നുള്ളതാണ് അവരുടെ ചിന്താഗതി.
അതാണ് നമ്മളെ ബഹുമാനപ്പെട്ട പശ്ചിമ ബംഗാളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവരാണ് ഇപ്പോൾ ഭരിക്കുന്നത്. ഇവിടെ ഭരിച്ചിട്ട് ഈ കാര്യത്തിനാണ് അവര്, ചെറിയൊരു കാര്യത്തിനാണ് അവര് പറഞ്ഞതെങ്കിൽ ഇപ്പൊ ഈ കാര്യത്തിന് അവരെ പറച്ചിൽ വളരെ നല്ലതായിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇനി അതേ വരാൻ പോവുള്ളൂ. അതിനെ ശക്തമായിട്ട് നേരിടണം. അതിനിവിടെ ഇത്തരം ആൾക്കാർ ഇവിടെ ഇപ്പോ കണ്ടില്ലേ, പിന്നെ നടന്നപ്പോ ഒരു ഭേദപ്പെട്ടൊരു സംഘടന അവരൊപ്പം നിന്ന് അവരെ ജയിപ്പിച്ചു. ഇനി ഇവരിൽ നിന്നും പലരും മറ്റവർക്ക് ചാടാൻ പോയിക്കൊണ്ടിരിക്കുക. ഓലെ വലിയൊരാള് ഇപ്പൊ എവിടെയല്ലാതെ നിൽക്കുകയാണ്, ഓലോടെല്ലാം സ്നേഹം വെച്ചിട്ട്. അപ്പൊ ഇത് നാട്ടിൽ നടപ്പാക്കാതിരിക്കാൻ ഇവിടുത്തെ എല്ലാവിധ ഇടതുപക്ഷ ശക്തികളും അല്ലാത്തതും ഇന്ത്യയെ സ്നേഹിക്കുന്നവരും, ഇത് മഹാത്മാഗാന്ധി നേതൃത്വം നൽകിയ രാജ്യമാണ്. അതിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഭരിച്ച കാലം ഇന്ത്യ രാജ്യം ഭരിച്ചതുമാണ്. അപ്പൊ അതേപോലെ നല്ല നിലക്ക് പോകണമെന്നുണ്ടെങ്കിൽ എല്ലാവരും യോജിച്ചേ തീരൂ. അല്ലാതെ ഈ രണ്ട് മാഡന്മാര് പറഞ്ഞ മാതിരി പായിക്കൊണ്ട് വരിക ചെയ്യുന്നത്. അതിൽ നമ്മളെ ആൾക്കാരും ഒക്കെ പ്രതിയ എന്നുള്ളതാ എനിക്ക് പറയാനുള്ളത്. അത്രേ ഉള്ളത് സാറേ. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ മഹിയാണ് കിള്ളിപ്പാലത്ത് നിന്ന്. ശ്രീ മഹി, ഈ ബംഗാളിൽ ഇപ്പോൾ നടക്കുന്നത്, തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾക്ക് നേരെ നടക്കുന്ന ആക്രമണം അത് ജനരോഷമാണെന്നാണ് BJP പറയുന്നത്. താങ്കൾക്ക് അതിൽ എന്താണ് അഭിപ്രായം? എനിക്ക് സാറും സാറെല്ലാം വായിക്കൊള്ളായിരിക്കും, സാറിന് കുറച്ച് അറിയാനുള്ള കാര്യമായിരിക്കും. 52 57 അവിടെ എത്ര ഈ കോൺഗ്രസ്സുകാർ ഭരിച്ചപ്പോ എത്ര കമ്മ്യൂണിസ്റ്റുകാരെ കൊന്ന്, അവിടെ ഇന്ന് തല തോണ്ടിയ കമ്മ്യൂണിസ്റ്റുകാരെ തല തോടുകയാണ്, എല്ലി രസ്മം കാണാം. ഈ കോൺഗ്രസ് എത്ര കമ്മ്യൂണിസ്റ്റുകാരെ കൊന്നു. ഈ 56-ലെയും 57-ലെയും 70-ലെയും ഒക്കെ കഥ അവിടെ നിൽക്കട്ടെ. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറെ പറയാൻ കാണാം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. താങ്കൾ ഇപ്പോഴത്തെ കാര്യത്തിലേക്ക് വരും. ഇപ്പോഴത്തെ കാര്യത്തിൽ അന്നത്തെ കാര്യം പറയാനുള്ളൂ. ഇപ്പോഴത്തെ കാര്യം BJP രണ്ട് നമുക്ക് എതിരുള്ള കക്ഷികളാണ്. അതിനുവേണ്ടി നമുക്കൊന്നും പറയാൻ. ഇപ്പൊ ഞങ്ങൾ അവിടെ ഭരണത്തിലില്ലല്ലോ. അപ്പൊ 57 52 കാലങ്ങളാണ് നമുക്ക് ഓർമ്മയുള്ളത്. എത്ര കമ്മ്യൂണിസ്റ്റുകാരെ കൊന്നു ഈ കോൺഗ്രസ്. ശ്രീ ഷിനോയ്, താങ്കൾ എങ്ങനെയാണ് ബംഗാളിൽ ഇപ്പോൾ നടക്കുന്നത്? രാജ്യത്തിന് തന്നെ നാണക്കേടാണ്. അവിടെ ഒരു പാർട്ടി പരാജയപ്പെടുകയും വിജയിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷേ പരാജയപ്പെട്ട പാർട്ടിയുടെ തലമുതിർന്ന നേതാക്കളെ അടക്കം തെരുവിൽ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് കണ്ട് പോലീസ് പോലും നിൽക്കുന്ന അവസ്ഥ നമ്മൾ കാണുന്നു. എന്താണ് താങ്കൾക്ക് അതിൽ പറയാനുള്ളത്? സാറേ, ഇപ്പൊ ഒരു പാർട്ടി തുടരെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോ സ്വാഭാവികമായിട്ട് ഒരു മാറ്റം കൊടുത്തതാണ് അവിടുത്തെ ജനങ്ങൾ. അവിടെ BJP അധികാരത്തിലേറ്റി, കേരളത്തില് UDF അധികാരത്തിലേറ്റി. 10 വർഷം ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കും. ജനങ്ങൾ സൈലന്റ് ആയിട്ട് നിന്ന് മാറിക്കുത്തും. അത് അവരോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കില്ല, വെറുപ്പ് കൊണ്ടിട്ടായിരിക്കാം. ഭരണം കണ്ടിന്യൂസ് ആയിട്ട് പോകുമ്പോ സ്വാഭാവികമായിട്ടും അതിലൊരു മാറ്റം വരാൻ ഒരുവിധപ്പെട്ട ജനങ്ങൾ ആഗ്രഹിക്കും. തിരുവനന്തപുരം കോർപ്പറേഷൻ ഇപ്പൊ BJPക്ക് കിട്ടിയ പോലെ അത് അവരുടെ ഇഷ്ടം കൊണ്ടിട്ടല്ല. അവസാനം ഈ 5 വർഷം എന്ന് പറയുന്നത് 5 നിമിഷമായിട്ടങ്ങ് മാറും. ഇപ്പോഴത്തെ കാലഘട്ടം അങ്ങനെയാണ്. വളരെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് പോലെയാണ് ഓരോ സമയം പോണത്. അന്ന് ജനം ഇതിനുള്ള മറുപടി സൈലന്റ് ആയിട്ട് കൊടുക്കും എന്നുള്ളതാണ് അതിന്റെ ഒരു പോംവഴി എന്ന് പറയുന്നത്. ഇപ്പൊ ഈ 5 കൊല്ലം എന്ന് പറഞ്ഞാൽ 5 നിമിഷമായിട്ട് പോകും. ഇപ്പൊ കാണിക്കുന്നതും ഒരു ക്രൂരത തന്നെയാണ്. ജനങ്ങൾ പക്ഷെ ഒരു മാറ്റം ആഗ്രഹിക്കും ഏത് സമയത്തും. തുടർ ഭരണം ഒരിക്കലും നല്ലതല്ല. അത് ഏത് പാർട്ടിയായിരുന്നാലും ജനങ്ങൾ മാറ്റം ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. അത് ജനങ്ങളെ കുറ്റം പറയരുത്. അത് ജനങ്ങൾ കാണിച്ച മണ്ടത്തരമാണെന്ന് പറയരുത്. ആ മാറ്റം അനിവാര്യമാണ് ഏതൊരു കാര്യത്തിലും. അപ്പൊ നമ്മൾ നല്ല ഭരണം കാഴ്ച വെക്കുന്നത് അനുസരിച്ചിരിക്കും. ഈ 5 വർഷം എന്ന് പറഞ്ഞാൽ 5 നിമിഷമായിട്ടങ്ങ് പോകും സാറേ. അന്ന് തിരിച്ചു കുത്തും ജനങ്ങള്. അങ്ങനെയാണ് നമ്മൾ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ സൗന്ദര്യമായിട്ട് അത് അറിയപ്പെടുന്നത്. ശരി, ശ്രീ പ്രദീപാണ് ബർമുഡയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ പ്രദീപ്, ഈ ബംഗാളിൽ തൃണമൂലിന്റെ തലമുതിർന്ന നേതാക്കളടക്കം ഇന്ന് കല്യാൺ ബാനർജിയൊക്കെ ആക്രമിക്കുന്നത് പോലീസിന്റെ സാന്നിധ്യത്തിൽ സായുധരായ തോക്കും ലാത്തിയും ഒക്കെ പിടിച്ച് പോലീസ് ഇപ്പോൾ അതിനിടയിൽ നിന്നാണ് BJP പ്രവർത്തകർ അദ്ദേഹത്തെ ആക്രമിക്കുന്നത്. ഇന്നലെ അഭിഷേക് ബാനർജിയെ മുട്ടയെറിഞ്ഞും ആൾക്കൂട്ടം ആക്രമിക്കുകയായിരുന്നു. ഒരു സ്ഥലത്ത് പരാജയമുണ്ടാകുമ്പോൾ അവിടെ ആളുകളെ ആക്രമിക്കുന്നത് ജനരോഷമാണെന്നാണ് BJPയുടെ വാദം. അങ്ങനെയല്ല, ആസൂത്രിതമായ ആക്രമണമാണെന്ന് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളൊക്കെ പറയുകയും ചെയ്യുന്നു. എന്താണ് താങ്കൾക്ക് ഇതിൽ പറയാനുള്ളത്? നമസ്കാരം. നമസ്കാരം. നമ്മുടെ ബാലകൃഷ്ണ ചേട്ടനെ കാണാനില്ല, പുള്ളി വരൂലേ? മതിയാക്കിയോ? അറിയില്ല, ബാലകൃഷ്ണൻ ഇപ്പോൾ വിളിക്കുന്നില്ല. വടകരയിൽ നിന്ന് ബാലകൃഷ്ണൻ അല്ലെങ്കിൽ സ്ഥിരമായി വിളിച്ചുകൊണ്ടൊക്കെ ഇരുന്നതാണ്. അദ്ദേഹം നേരത്തെ തന്നെ
ഇവിടെ ഇടതുമുന്നണി ജയിക്കും, BJP-കാരനാണെങ്കിൽ ഇടതുമുന്നണി ജയിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. പക്ഷെ ഇപ്പൊ കുറച്ചാളായിട്ട് അതിലൊന്നും ഓക്കെ, ബാലകൃഷ്ണൻ ചേട്ടൻ കേൾക്കുന്നുണ്ടെങ്കിൽ എന്റെ അഭിപ്രായം ദൈവീത വരണം. കാരണം പൊതുവേദിയിൽ നിങ്ങളെ പോലുള്ളവരുടെ ശബ്ദം കേൾക്കണം. അതെ, എനിക്കും വലിയ താല്പര്യമുണ്ട്. അദ്ദേഹം ഇടയ്ക്കൊക്കെ അല്പം വൈകാരികമാറുണ്ടെങ്കിലും ശക്തമായ കാര്യങ്ങൾ പറയുന്ന ആളാണ്. ആ കാര്യത്തിൽ എനിക്കും താല്പര്യമുണ്ട്. ഏത് രാഷ്ട്രീയ അഭിപ്രായമാണെങ്കിലും ശക്തമായി പറയുന്ന ആളുകൾ എപ്പോഴും നല്ലതാണ്. അതെ, അല്ല ഈ പ്രതിപക്ഷവും ഭരണപക്ഷവും ഉണ്ടെങ്കിലല്ലേ അതിനൊരു ഒരു വില്ലൻ നല്ലവരെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എല്ലാത്തും അങ്ങോട്ടും ഇങ്ങനെ തർക്കിക്കാനും അല്ലെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്തോണ്ടെന്നാ പിന്നെ എന്ത് വേണം? അപ്പൊ അതുകൊണ്ടൊരു അപ്പൊ അതുകൊണ്ട് സ്ഥിരമായി പ്രത്യേകിച്ച് പൊതുവേദിയിൽ സംസാരിക്കുന്നവരാരും സ്ഥിരമായി ശത്രുക്കളോ മിത്രങ്ങളോ ഒന്നുമല്ല. നമ്മൾ നമ്മുടെ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, കം ടു ദ പോയിന്റ്. അപ്പോ ഞാൻ മനസ്സിലാക്കിയിടത്തോളം കഴിഞ്ഞ 10 വർഷം ഈ മമതയുടെ ആൾക്കാര് മറ്റുള്ള പാർട്ടിക്കെതിരെ, എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ അവിടെ കൊലപാതകം ചെയ്യപ്പെട്ടിട്ടുള്ളത് മരിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ആൾക്കാരെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എത്രമാത്രം ശരിയാണെന്നല്ല, മമതയുടെ ക്രിമിനൽസുകൾ, പിന്നെ അവര് BJP-യുടെ ആൾക്കാരും ഉണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ അവിടെ കൊല ചെയ്യപ്പെട്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മുമ്പുണ്ടായിരുന്നവരാണ്. അപ്പം ഈ മമത ഒരു തേരോട്ടം തന്നെയാണ് അവിടെ നടത്തിയത്. അപ്പൊ അതിന്റെ ഒരു 10 വർഷത്തെ ആ ഒരു റിയാക്ഷൻ ആ ജനങ്ങളിൽ. പിന്നെ ഇപ്പൊ ഈ അടികൊണ്ട കക്ഷികളൊന്നും വലിയ നല്ലവരൊന്നുമല്ല. അത് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനാധിപത്യത്തിൽ ശരിയല്ല. പക്ഷേ തീർച്ചയായിട്ടും അവിടുത്തെ നമ്മളെ പോലെ മലയാളിയെ പോലെ കുറെ കൂടെ അത്ര പ്രബുദ്ധരൊന്നും അല്ലല്ലോ. ഇപ്പം രക്ഷാപ്രവർത്തനം നടത്തി അതേപോലെ തിരിച്ചു ചെയ്യുന്ന ഒരു ക്യാരക്ടറുകളൊന്നുമല്ല നമ്മൾ കുറെ കൂടെ ഒക്കെ സമയം പാലിക്കും. പക്ഷേ ബംഗാളികൾ അങ്ങനെയൊന്നുമല്ല. അവര് ഈ ഉരുളക്കുപ്പേരി പോലെ ഇപ്പം അവസരം കിട്ടിയപ്പോൾ അവർ തിരിച്ചു കൊടുക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതേപോലെ 30 ലക്ഷം പേരെ ഇല്ലീഗലായിട്ട് അകത്ത് കയറ്റി മമത കാർഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് വെച്ചവരെല്ലാം തിരിച്ച് പുറത്തും വിടുന്നുണ്ട്. എന്തായാലും കുറെ നാളുകൾക്ക് ശേഷം നാട്ടിലെ എല്ലാവരും സുഖാരിക്കണം എന്ന് പറയുന്നു. കിരൺ സംസാരിച്ചതിന് സന്തോഷം, ദീർഘിപ്പിക്കുന്നില്ല. താങ്ക് യു സോ മച്ച്. ശരി, ശ്രീ ബാലകൃഷ്ണൻ വടകരയൊക്കെ സ്ഥിരമായി പൊതുവേദിയിൽ വിളിക്കുകയും അതിശക്തമായ രീതിയിൽ BJP-ക്ക് വേണ്ടിയൊക്കെ വാദിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളായിരുന്നു. പക്ഷേ ഇപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് അദ്ദേഹം കാണുന്നില്ല. അദ്ദേഹം കേൾക്കുന്നുണ്ടെങ്കിൽ മുടങ്ങി വരണമെന്ന് തന്നെയാണ് ഞങ്ങളുടെയും അഭ്യർത്ഥന. ശ്രീ തങ്കപ്പനാണ് കാസർഗോഡ് നിന്ന്. ശ്രീ തങ്കപ്പൻ, ശ്രീ തമ്പാനാണ്, ശ്രീ തമ്പാൻ, താങ്കൾ എന്ത് തോന്നുന്നു? ഇതിൽ ആര് പറയുന്നതാണ് ന്യായം എന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? ശ്രീ തമ്പാൻ കേൾക്കാമോ? ശ്രീ റജിയാണ് ആലപ്പുഴയിൽ നിന്ന്. ശ്രീ റജി, താങ്കൾ പറഞ്ഞോളൂ. ഇത് ആസൂത്രിതമാണ്. അത് ബംഗാളിന്റെ കഴിഞ്ഞകാല രാഷ്ട്രീയ കാലഘട്ടങ്ങൾ നമ്മളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇത് കറക്റ്റ് അറിയാൻ പറ്റും. ബംഗാളി ഇടതുപക്ഷം ഭരണത്തിലേക്ക് വരുമ്പോഴും ഇത് തന്നെയായിരുന്നു. ഗുണ്ട ആക്ട് പോലെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതിനുശേഷം തൃണമൂല് വന്നു. തൃണമൂലാണ് സത്യത്തിൽ ഈ BJP അവിടെ വളർത്തിയത്. എനിക്ക് തന്നെ നമ്മുടെ വാജ്പേയിയുടെ ഗവൺമെന്റ് റെയിൽവേ മന്ത്രിയായിട്ടൊക്കെ ഇത് രാഷ്ട്രീയ കൂട്ടുകെട്ടുണ്ടാക്കിയാണ് തൃണമൂല് BJP-യെ ബംഗാളി വളർത്തിയത്. ആ കാലഘട്ടം കഴിഞ്ഞപ്പോൾ തൃണമൂലിനെ തിന്ന് തീരുന്ന ഒരു കാലഘട്ടമായി മാറിയിരിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലൊക്കെ ഉണ്ടല്ലോ ബംഗാളിൽ നിന്നൊക്കെ ഒത്തിരി ആള്, ഇവർക്കെല്ലാം ക്രിമിനൽ മനോഭാവം വന്നേ. അപ്പൊ അത് ബംഗാളിലെ ചരിത്രം വെച്ച് നോക്കിയാൽ ഇത് വലിയൊരു സംഭവമൊന്നുമില്ല. ഇത് ആസൂത്രിതം തന്നെയാണ്, അതിനൊരു തർക്കമില്ല. ഞാൻ മറ്റു വിഷയത്തിലേക്കൊന്നും പോകുന്നില്ല. ശരി, ശ്രീ ഡേവിഡ് വിജയ് ആണ് പള്ളുരുത്തിയിൽ നിന്നാണ്. ശ്രീ ഡേവിഡ് വിജയ്, ജാംനഗറിലാണിപ്പോ. പള്ളുരുത്തി തിരിച്ചെത്തിയോ? ഇല്ല, ജാംനഗറിൽ തന്നെ. ശരി, ഓക്കെ. എന്നാലും പള്ളുരുത്തി പേര് വെച്ചാണ്. ശരി, താങ്കൾ പറഞ്ഞോളൂ. ഈ പ്രശ്നം ടൈംസ് ഓഫ് ഇന്ത്യയിൽ വിശദമായിട്ടൊരു ലേഖനം തന്നെ ഉണ്ടായിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ അന്ന് ബുദ്ധദേവ് ഭട്ടാചാര്യ ഒഴിയുന്ന സമയത്ത് ഞാനന്ന് സോൾട്ട് ലേക്കിലുണ്ട്. സോൾട്ട് ലേക്കിൽ നിന്ന് ഞാനൊരു സൈക്കിൾ റിക്ഷ പിടിച്ച് പോവുകയാണ്. അപ്പൊ അന്ന് ആ സൈക്കിൾ റിക്ഷക്കാരന് സാമാന്യ വിദ്യാഭ്യാസമേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ അടുത്ത് ഞാൻ ചോദിച്ചു ഇതെന്താണ് ഇവിടെ സംഭാവന പറഞ്ഞു. അയാൾക്ക് ഒരു വാക്ക് ഇംഗ്ലീഷോ ചേഞ്ച് നമ്മൾ അപ്പൊ ജനങ്ങൾക്ക് വലിയൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു ഇവരെ കുറിച്ചിട്ട്. അതങ്ങ് വളരെയേറെ മോശമായി പോയി. 31 വർഷം ഇരുന്ന കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ നിന്ന് ഒരു വലിയ മാറ്റം പ്രതീക്ഷിച്ച് നന്നാകാമെന്ന് വിചാരിച്ചവൻ ഈ വിറചട്ടിന്റെ എരിതീയിലേക്ക് എന്ന് പറഞ്ഞ കൂട്ടായിപ്പോയി. സ്ത്രീകൾക്ക് ഏറ്റവും സേഫ് ആയിട്ട് നടക്കാവുന്ന ഒരു സ്ഥലമായിരുന്നു കൽക്കട്ട. ഏത് പാതിരാത്രിക്കും. ഒരിക്കൽ MT വാസുദേവൻ നായർ തന്നെ ഒരു സ്ഥലത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് അവിടെ സ്ത്രീകളോടുള്ള റെസ്പെക്ട്. അത് ആ ഖാർ മെഡിക്കൽ കോളേജിലെ ഒരു ബലാത്സംഗ കേസ്, ഒരുപാട് പ്രശ്നങ്ങള്. അപ്പോ ഇതെല്ലാം വന്നു കഴിഞ്ഞപ്പോ ടൈംസ് ഓഫ് ഇന്ത്യയിൽ വിശദമായിട്ടുണ്ടായിരുന്നു. ബരക്പൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു സ്ത്രീയെ ഇതുമാതിരി തന്നെ ഒരു സ്ത്രീ പീഡന കേസ്. അവർ മമത പറഞ്ഞേ ഇല്ല, അതങ്ങനെ അവര് ഒരു നൈറ്റ് ക്ലബിൽ നിന്ന് ഇറങ്ങി വരുന്നതുകൊണ്ട് അവരുണ്ടാക്കിയ കഥയാണെന്നൊക്കെ. അപ്പൊ ഒരു പോലീസ് സൂപ്രണ്ട് ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, അവരെ തെളിയിച്ച് അതല്ല അവർക്ക് പീഡനം ഏറ്റിട്ടുണ്ടെന്നുള്ളത്. ആ സ്ത്രീയൊക്കെ അന്ന് അവർ ട്രാൻസ്ഫർ ചെയ്ത് വേറൊരു സ്ഥലത്തേക്ക് മാറ്റി, ട്രെയിനിങ് കോളേജിന്റെ പ്രിൻസിപ്പളൊക്കെ ആക്കിയിട്ട്. അങ്ങനെ അവർക്കെതിരെയുള്ള ജനരോഷം വല്ലാതെ ഉണ്ട്. പക്ഷെ നമ്മളെ കേരളം പോലെ അല്ല അത്.
വാസ്തവമായ ആൾക്കാരൊരു ഭരണം മാറുമ്പോൾ ചെറിയ എതിർപ്പുകൾ ഉണ്ടാവുമെങ്കിലും ഇതുപോലെയുള്ളൊരു അക്രമാസക്തമായിട്ട് മാറില്ല. ഇപ്പൊ ആദ്യം ഇത് തന്നെയായിരുന്നു. ആദ്യം തൃണമൂല് കയറിയ വഴിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചോദിക്കാൻ പോലും നിർത്തിയില്ല, അടിച്ച് റോട്ടിലിടായിരുന്നു ഒരു SFIക്കാരൻ. ഞാനൊരു പഴയ KSFകാരനാണ്. പഴയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആൾക്കാരെയൊക്കെ റോട്ടിലിട്ട് തല്ലി പൊതിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ അതേ വർത്തമാനം തന്നെ ഇവരും കേൾക്കുന്നു. നമ്മുടെ കേരളത്തിൽ അങ്ങനെയല്ല, എന്തെങ്കിലുമൊക്കെ ഡെവലപ്മെന്റ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ഇവർക്ക് അങ്ങനെയല്ല. അവിടെയുള്ള ബംഗ്ലാദേശികളൊക്കെ മുഴുവൻ വിളിച്ചു കയറ്റി അവരെയൊക്കെ ബംഗാളികളാണെന്നും പറഞ്ഞ് റേഷൻ കാർഡ് ഇപ്പൊ ഒക്കെ തിരിച്ച് എല്ലാം കൂടി കെട്ടിപ്പോണ്ട്. കേരളത്തിൽ ആരോ പറയുന്നത് കേട്ട് ഒരു തോട്ടം നനയ്ക്കാൻ പോലും ആളില്ല, അവരെ പ്രശ്നം ഇതൊന്നും ബംഗാളികളല്ലായിരുന്നു എന്നൊക്കെ. അപ്പൊ പിന്നെ പ്രോപ്പർ ബംഗാളിലെ കാര്യം പറയാനുണ്ടോ? അവിടുത്തെ ആളുകളെ വിളിച്ചു കയറ്റി അവരുടെ തൊഴിലവസരങ്ങളൊക്കെ കളഞ്ഞ് അതിൻ്റെതായ രോഷം അവർ പ്രകടിപ്പിക്കും. ഞാൻ ടൈംസ് ഓഫ് ഇന്ത്യയിൽ വിശദമായിട്ട് വായിച്ചതാ. ഇനി ഇവർക്കിട്ട് വരാൻ പോകുന്ന ജനങ്ങളുടെ കയ്യിലെ തല്ലാണെന്ന്. നല്ല അക്രമമായിരിക്കും. അല്ല BJP മുഴുവനായിട്ട് കുറ്റം പറയാൻ പറ്റില്ല. ശരി, താങ്കളുടെ അഭിപ്രായം അങ്ങനെയാണ്. ശ്രീ ദാസനാണ് കണ്ണൂരിൽ നിന്ന്. ശ്രീ ദാസൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ഒരു സംസ്ഥാനത്ത് ഏതെങ്കിലും ഒരു പാർട്ടി തോറ്റാൽ ആ പാർട്ടിയുടെ നേതാക്കളെ തെരുവിൽ ആക്രമിക്കുക എന്ന രീതിയൊന്നും ഇന്ത്യയിൽ അങ്ങനെ ഒരിടത്തും ഉള്ളതല്ല. പക്ഷേ ബംഗാളിൽ അങ്ങനെയൊക്കെ നടക്കുന്നു. അത് ജനരോഷമാണെന്നാണ് BJPയുടെ വാദം. താങ്കൾക്ക് എന്ത് തോന്നുന്നു? അല്ല കിരൺ ബാബു, ഇത് നക്സൽബാരി ഉൾപ്പെടുന്ന സംസ്ഥാനത്തിന്റെ ഒരു മണ്ണാണ്. അപ്പൊ ആ വീര്യം കൂടും. ഇതിന് മുമ്പ് അങ്ങനെ ആയിരുന്നല്ലോ. ഇപ്പൊ CPM നമ്മൾ കേട്ടില്ലേ, ഒരു കാലത്ത് ഒരു വീട്ടിൽ കയറിയിട്ട് അയാളെ ഒരു മനുഷ്യന്റെ കണ്ണ് വരെ ചൂട് നിർത്തിയായിട്ട് നമ്മൾ കട കേട്ടില്ലേ? ആ കുടുംബത്തെ ആൾക്കാരെ മുഴുവനും കൊല്ലുകയും ഒരു വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും അത് അയാൾ തന്നെ കൊല്ലുകയും ചെയ്തില്ലേ? ഇപ്പോ ഈ മമതാ ബാനർജി കളിച്ച കളി തന്നെയാണ്. മുസ്ലിങ്ങളെ ഒരു ഭാഗത്ത് കൂട്ടിക്കൊണ്ട് CPM പരമാവധി അടിച്ചൊതുക്കി. CPM ശരിക്ക് ഇന്ന് മമതക്ക് ഇപ്പൊ കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറഞ്ഞതിലാണ്. കഴിഞ്ഞ തവണ CPM ഇതേ അവസ്ഥയായിരുന്നു. ഇപ്പൊ അത് മമതക്ക് പറ്റിയ സംഭവം ശരിക്കും പറയാൻ എന്താ, ഒരു മുസ്ലിം നേതാവ് അയാള് മമതയുടെ കൂടെ ഒന്നും ഒരു പള്ളി ഉണ്ടാക്കുന്നു, ബാബറി മസ്ജിദ്. മമത അതിനെ എതിർക്കുന്നു. അതോടുകൂടി അയാൾ പാർട്ടി വിട്ട് പോകുന്നത്, അതോടുകൂടി മുസ്ലിങ്ങൾ കൂടെ അയാളെ കൂടെ പോകുന്നു. അപ്പൊ വോട്ട് ഭിന്നിച്ചു. അപ്പൊ BJP അത് അടിച്ചു കയറി. ഇനിയിപ്പോ അടുത്ത കാലം തന്നെ വേറെ ആരും കൂടി കയറാൻ തോന്നുന്നില്ല. അപ്പോ ഈ നമ്മള് ഇതിനു മുമ്പ് ഓരോരുത്തർ ചെയ്ത് ഓരോരുത്തർ അനുഭവിക്കും. ഇപ്പൊ നമ്മൾ കണ്ടില്ലേ ഈ അടുത്ത കാലത്ത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷന്റെ കാഴ്ച കണ്ടില്ലേ? ദൈവം എന്തെങ്കിലും ചിലപ്പോൾ തോന്നിപ്പോകുന്ന അവസ്ഥയാണൊക്കെ കാണുമ്പോൾ. അപ്പൊ അതുപോലെ ഇനിയും വരാൻ പോകുന്ന ഇപ്പൊ ഇവർക്ക് ഈ പക്ഷേ ഈ BJP അടുത്ത കാലത്ത് ഇനി ആർക്കും ഒഴിഞ്ഞു പോകുന്നത് BJP ഓരോ ഭാഗവും ഇങ്ങനെ അടക്കി പിടിച്ചുകൊണ്ടിരിക്കുക. അവസാനം നമ്മളൊക്കെ പഴയ പോലെ മുട്ടിന് താഴെ മുണ്ടെടുക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് ഈ BJPക്കാർ കൊണ്ടുപോകും. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? നമ്മളൊക്കെ നിസ്സഹായരാണ്. നിങ്ങൾ നോക്കി നിൽക്കാന്നല്ലാതെ കിരൺ ബാബു ഒന്നും ചെയ്യാനില്ല. ഓക്കെ, സമയം കളയുന്നില്ല. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ പ്രദീപാണ് ഇടുക്കിയിൽ നിന്നും. ശ്രീ പ്രദീപ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇപ്പോൾ ബംഗാളിൽ നടക്കുന്ന ആക്രമണം അത് ഒരു 15 വർഷത്തെ മമതാ ഭരണത്തോടുള്ള ജനരോഷമാണോ, അതോ BJP ആസൂത്രിതമായി BJP തൃണമൂൽ നേതാക്കളെ ആക്രമിക്കാൻ ആഹ്വാനം ചെയ്തതാണോ? നിങ്ങൾക്ക് ചർച്ച നന്നായത്. ഇപ്പൊ ഒരു ബംഗാളിക്കാരൻ ഇവിടുന്ന് പോയാൽ തേങ്ങയിട്ടിച്ച് ഞങ്ങൾ അവിടെ സംഭവം അവിടെ ജനങ്ങൾക്ക് ഇപ്പൊ സ്വാതന്ത്ര്യം കിട്ടുന്ന അയാൾ പറഞ്ഞു. അയാളെ തല്ലിക്കൊള്ളത് പറഞ്ഞു. അഭിഷേക് ബാനർജി അല്ലേ വെല്ലുവിളിച്ചത്? ഹലോ, കേൾക്കാൻ പറഞ്ഞോളൂ. അഭിഷേക് ബാനർജി അല്ല, അയാൾ തല്ലി വയ്ക്കുന്ന വെച്ചാൽ പെണ്ണുങ്ങൾ ഇറങ്ങി അയാൾക്ക് വലിച്ചു തീർന്നു പറഞ്ഞേക്കാം. കാരണം ഇപ്പൊ ഈ പാർട്ടിക്കാരും CPM-കാരും കോൺഗ്രസ്സുകാരും അവരെ ഓഫീസുകാർ തുറന്ന ഈ ഒരാഴ്ചയായിരുന്നു തുറന്നിട്ട്. മറ്റേ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നോ? ജനങ്ങൾ ഇറങ്ങി തരണം. അല്ലാണ്ട് BJP-കാരൊന്നും അല്ലെന്ന് ഇയാൾ പറഞ്ഞു. ഇയാൾ 15 വർഷമായിട്ട് പോയി അവിടെ നാട് ഉപയോഗിച്ചിട്ട് പോന്നാന്ന് പറഞ്ഞു. അവിടെ ജീവിക്കാൻ പറ്റില്ല. അയാൾക്ക് ആ നാട്ടിലെ കാര്യങ്ങൾ നന്നായി അറിയാവുന്ന ആളാണോ? അല്ല, അയാൾ അടിച്ചു കിട്ടില്ല. അമ്മയൊക്കെ അവിടെ ഉണ്ട്. അയാളെ ഭാര്യയും 2 പിള്ളേരും കൂടെ ഇവിടെ വാടക താമസിക്കും. അപ്പൊ 2012 വന്ന പുള്ളിയുടെ ഇവിടെ തേങ്ങയിലും കൂലിപ്പണിയായിട്ട് ഇറക്കം പുള്ളി. ആ പുള്ളി ഒരു അരമണിക്കൂറോടെ എടുത്ത് പോയിട്ട് ഉണ്ടായിരുന്നു വിളിച്ച് കാണിച്ചു കൊടുക്കായിരുന്നു. ഓക്കെ, അതല്ലേ, ശരി. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ പ്രദീപ്. ശ്രീ ഉണ്ണികൃഷ്ണനാണ് വൈക്കത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ഉണ്ണികൃഷ്ണൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? എന്താണ് ബംഗാളിൽ സംഭവിക്കുന്നത്? ബംഗാളിൽ സംഭവിച്ച തൃണമൂൽ കോൺഗ്രസ് ചെയ്തതിന്റെ അനുഭവം തന്നെ അവരെ തിരിച്ചനുഭവിക്കുക. അവരിതിന് അപ്രാറ്റില ചെയ്തോണ്ടിരുന്നത്. താങ്കൾ പറഞ്ഞോളൂ. അവര് ചെയ്തതിന്റെ ഫലം അവരെ അനുഭവിച്ചോണ്ടിരിക്കുക. അവര് കമ്മ്യൂണിസ്റ്റുകാരെ ചെയ്തതിന്റെ ഫലം ഇപ്പൊ അറിഞ്ഞോണ്ടിരിക്കുക. അവര് നിരന്തരം മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് ചെയ്ത പാഠം ഇപ്പൊ തിരിച്ചു വിട്ടിട്ടുന്നവർക്ക്. ഇതൊരു ആസൂത്രണം തന്നെയാണ് ശരി എന്നാണ് എന്റെ അഭിപ്രായം. ശ്രീ ശിവദാസനാണ് ശൂരനാട് എന്നാണ് വിളിക്കുന്നത്. ശ്രീ ശിവദാസൻ, ശൂരനാട് എവിടെയാണ്? ശൂരനാട് നോർത്താണ്. ശൂരനാട് നോർത്ത് എവിടെയാണ്? നോർത്ത് പതാരം വരും. പതാരം. ശരി, പതാരം ജംഗ്ഷനിന്റെ അടുത്ത് തന്നെയാണോ? അതെ അതെ. ശരി, ഓക്കെ.
അപ്പം അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞു. ഈ ബംഗാളിലെ പ്രശ്നം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പുറന്തള്ളി താഴെ ഇട്ടുകൊണ്ട് അടുത്ത തൃണമൂല് വന്നു. അവരുടെ ഭരണവും ഇഷ്ടപ്പെടാതെ അവിടുത്തെ ജനങ്ങള് BJP കൊണ്ടുവന്നു. പക്ഷെ കേരളത്തിൽ എനിക്ക് തോന്നുന്നത് അങ്ങനല്ല. കാരണം എന്ന് പറഞ്ഞാൽ ബംഗാളിലെ ജനങ്ങൾക്ക് വിദ്യാഭ്യാസമോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. അവരില്ലെങ്കിൽ തൊഴിൽ തേടിയും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി നമ്മുടെ കേരളത്തിലേക്ക് വരില്ലായിരുന്നല്ലോ. കൂടുതലും ബംഗാളികളാണ് ഇന്ന് നമ്മുടെ കേരളത്തിൽ ജോലി ചെയ്യുന്നത്. അസമം കേരളത്തിലെ വിദ്യാഭ്യാസമുള്ള ആൾക്കാർ അതിനനുസരിച്ച് പ്രവർത്തിക്കും. പക്ഷെ അവിടുത്തെ വിദ്യാഭ്യാസമില്ലാത്ത ജനങ്ങളെ മമതാ ബാനർജിക്ക് നയിച്ചു കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് അവർക്ക് നേരെ തിരിഞ്ഞത്. ശരിയാണോ ഞാൻ പറഞ്ഞത്? അതെ, ഇവരെല്ലാവരും ഒരു പാർട്ടിയും തൃണമൂൽ കോൺഗ്രസിനോട് ഇപ്പം ചെയ്യുന്നത് ശരിയല്ല, അത് രാഷ്ട്രീയമായി തെറ്റാണ്, അത് ആക്രമണം നടത്തുന്നത്. പക്ഷേ തൃണമൂൽ കോൺഗ്രസിൻ്റെ കാലത്തും ഇങ്ങനെയൊക്കെ ആയിരുന്നു അവിടെ നടന്നത് എന്നുള്ളതും വസ്തുതയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് തൃണമൂൽ കോൺഗ്രസ് അവിടുത്തെ ജനങ്ങളോട് ക്രൂരമായി പ്രവർത്തിച്ച് കാണും. അതിനനുസരിച്ച് അവിടുത്തെ ജനങ്ങൾ ഇപ്പോഴത്തെ ഭരണത്തെ ഇഷ്ടപ്പെട്ടു കാണും. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം അങ്ങനെയാണ്. ശ്രീ ശിവദാസനാണ്. ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നും. ശ്രീ ബാലകൃഷ്ണൻ, താങ്കളെ കുറച്ച് കാലമായി കാണാറില്ലായിരുന്നു. ഇന്നിപ്പോൾ വേറെ പ്രേക്ഷകരൊക്കെ അന്വേഷിക്കുന്നു, പ്രദീപൊക്കെ അന്വേഷിച്ചു ബാലകൃഷ്ണൻ എവിടെയെന്ന്. സോറി, എന്ത് പറ്റി? കുറച്ചാൾ കാണാനില്ലായിരുന്നല്ലോ. ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഞാൻ എല്ലാ പ്രേക്ഷകരോടും ക്ഷമ ചോദിക്കുന്നു. LDF അധികാരത്തിൽ UDF വരില്ല എന്ന് ശക്തിയായി വാദിച്ചു. അതിന്റെ ഒരു ചമ്മൽ എനിക്കുണ്ടായിരുന്നു. അതൊന്നും കാര്യമാക്കേണ്ടതില്ല. വിളിക്കാതിരുന്നത് എല്ലാ പ്രേക്ഷകരോടും ക്ഷമ ചോദിക്കുന്നു. UDF അധികാരത്തിൽ വന്നു. UDFന് കൺഗ്രാജുലേഷൻ. ഇനി എനിക്ക് പറയാനുള്ളത്, കേൾക്കാമോ സർ? ഹലോ, പറഞ്ഞോളൂ ശ്രീ ബാലകൃഷ്ണൻ. ഇനി എനിക്ക് പറയാനുള്ളത്, ഈ ബംഗാളില് എന്റെ കൂടെ 2-3 പേര് ബംഗാളികൾ ജോലി ചെയ്യുന്നുണ്ട്. അവരൊക്കെ പറഞ്ഞത് തൃണമൂൽ കോൺഗ്രസ് അല്ല എന്ന് പറഞ്ഞാൽ അടിയാണ്. അവിടുത്തെ സ്ഥിതി അതായിരുന്നു എന്നാ. ഈ പ്രാവശ്യം അവർ വോട്ട് ചെയ്യാൻ പോകുമ്പോ 29-ന് വോട്ട് ചെയ്യാൻ, ഞാൻ മാങ്ങയുടെ ബിസിനസ് ഉണ്ട്, എനിക്ക് സ്വന്തമായി പറപ്പിക്കുന്ന ബിസിനസ് ഉണ്ട്. എന്റെ കൂട്ടത്തിൽ 2 മാങ്ങ പറിക്കുന്ന ബംഗാളികളുണ്ട്. അവർ വോട്ട് ചെയ്യാൻ നിർബന്ധമായിട്ട് പോയി 29-ന് വോട്ട് കഴിഞ്ഞിട്ട് 2-ാം തീയതിയാണ് തിരിച്ചു വന്നത്. അവരൊക്കെ BJP-കാരല്ല. അവരൊക്കെ ഇവിടുന്ന് പോകുമ്പോ പറഞ്ഞത് BJP ഇപ്രാവശ്യം അധികാരത്തിലുള്ളൂ. കാരണം ഞങ്ങൾക്ക് BJP ഇഷ്ടമല്ല. പക്ഷെ മമതയുടെ ദുർഭരണം, അതായത് അക്രമം സഹിക്കാൻ വയ്യാഞ്ഞിട്ട. അതായത് മമതയുടെ പാർട്ടിക്കാരല്ല എന്ന് പറഞ്ഞാൽ അടിയാവിടെ. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ തന്നെ അടിയാ. കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞാൽ അടി കിട്ടൂന്നാ പറഞ്ഞത്. എന്റെ കൂടെ ഉള്ള ഒരാൾ ഞാൻ വേണമെങ്കിൽ അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോൾ അയാളെ സാക്ഷി നിർത്തി പറയാം. അയാൾ പറഞ്ഞു അയാൾ കമ്മ്യൂണിസ്റ്റുകാരൻ, അടിയാ കമ്മ്യൂണിസ്റ്റുകാരനാന്ന് പറഞ്ഞു. അപ്പൊ ഈ കമ്മ്യൂണിസ്റ്റുകാരാണോ ഇന്ത്യയിലെ പ്രതിപക്ഷത്തിന്റെ കൂടെ? ഈ കമ്മ്യൂണിസ്റ്റുകാരുണ്ടോ ഇപ്പം ചെയ്യുന്ന അക്രമത്തിന് അനുകൂലിക്കുക എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. കാരണം അത്രയും ദുരിതപൂർണമായ ഒരു ഭരണമാണ് മമത. മമതക്കെതിരായി പറഞ്ഞാൽ മമതയുടെ രാഷ്ട്രീയക്കാരല്ല എന്ന് പറഞ്ഞാൽ ഒരാനുകൂല്യം കിട്ടൂല, അടിയും കിട്ടും. അത്രേ എനിക്ക് പറയാനുള്ളൂ. പ്രേക്ഷകരോട് ഒരിക്കൽ കൂടി ഞാൻ ക്ഷമ ചോദിക്കുന്നു. UDF അധികാരത്തിൽ വരുമെന്ന് ശക്തമായി ഞാൻ വാദിച്ചിരുന്നു. അതിന് അങ്ങേയത്തെ ക്ഷമ ചോദിക്കുന്നു. അതിന്റെ ചമ്മലിന്റെ പേരിലാണ് ഞാൻ ഇത്രയും ദിവസം വിളിക്കാതിരുന്നത്. ഓക്കെ, ശരി ശ്രീ ബാലകൃഷ്ണൻ. അങ്ങനെ രാഷ്ട്രീയത്തിൽ നമ്മളൊരു പ്രവചനം നടത്തുന്നത് എല്ലാം ഒന്നും ശരിയാവണമെന്നില്ല, ചിലപ്പോൾ തെറ്റിയൊക്കെ പോകാം. പക്ഷെ അത്രയല്ല, ശക്തിയുക്തമായി വാദിച്ചിരുന്നു. അല്ല, അത് ശക്തിയുക്തമായിട്ടൊക്കെ വാദിക്കുന്നതൊക്കെ തെറ്റിയൊക്കെ പോകും, അതിലൊന്നും വലിയ കാര്യമില്ല. എന്തായാലും താങ്കൾ വീണ്ടും മടങ്ങി വരണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. എന്തായാലും മടങ്ങി വന്നതിൽ പ്രത്യേക സന്തോഷവും. ശ്രീ നായരാണ് ഡൽഹിയിൽ നിന്നും. ശ്രീ നായർ, താങ്കൾ ഈ ബംഗാളിലെ വിഷയത്തിൽ താങ്കളുടെ ഒരു അഭിപ്രായം എന്താണ്? കിരൺ സാർ, ഗുഡ് ഈവനിങ്. നമസ്കാരം. ഗുഡ് ഈവനിങ്. അല്ല സാർ, ഞാൻ സാധാരണ ഒരുപാട് തവണ ഡൽഹിയിൽ നിന്ന് കൽക്കട്ടയിൽ പോവുകയും ബംഗാളിലൊക്കെ സഹകരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ പറഞ്ഞോളൂ, താങ്കൾ പറഞ്ഞോളൂ. അപ്പൊ കുറച്ചൊക്കെ വിവരങ്ങൾ എനിക്ക് അറിയാൻ പറ്റും. പിന്നെ എന്റെ പല ബംഗാളിലെ കൂട്ടുകാരും എനിക്കുണ്ട്. കാരണം അവിടെ ചെറിയ രീതിയിലുള്ള ബിസിനസ് അവിടെ നിന്ന് ഞാൻ ഡൽഹി പരമായിട്ടും ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ ഇതിനു മുമ്പും CPM ഭരിച്ചിരുന്ന കാലത്തും അവിടെ പോയിട്ടുണ്ട്. പക്ഷെ CPM ഭരിച്ച കാലത്ത് ഇതേ അനുഭവമായിരുന്നു കോൺഗ്രസിനും നമ്മുടെ ഈ തൃണമൂലിനും നേരിടേണ്ടി വന്നത്. അന്ന് അവിടെ BJPയോ മറ്റൊരു പാർട്ടിയോ ഒന്നും ഇല്ലായിരുന്നു. BJP അവിടെ നാമമാത്രമായിരുന്നു, ഒന്നുമില്ലായിരുന്നു. പക്ഷെ ഈ CPM പിറവിലോട്ട് പോയത് കൊണ്ട് ബംഗാളിൽ എന്ന് മമതാ ബാനർജി വന്നോ അന്ന് മുതൽ അവരവിടുത്തെ ബാക്കി പാർട്ടികളെ എല്ലാം തുടച്ചു നീക്കാനാണ് ശ്രമിച്ചത്.
ശരി. അത് കഴിഞ്ഞതിന് ശേഷം സാറേ എന്ത് സംഭവിച്ചു? ഈ ഇവർ ഓരോന്ന് തുടച്ചു മാറ്റിയപ്പോൾ പതുക്കെ BJP അങ്ങോട്ട് കയറാൻ തുടങ്ങി. കഴിയുന്നതെല്ലാം നോക്കി BJP ഇല്ലാതാക്കാൻ ശ്രമിച്ചു. അതുപോലെ സുപ്രീം കോടതി ജഡ്ജിമാരെ ആക്രമിച്ച നമ്മുടെ ഇവിടെ ഒരു സ്റ്റേറ്റ് ഉണ്ടോ? സാറൊന്ന് ആലോചിച്ച് നോക്ക്, കിരൺ സാറൊന്ന് ആലോചിച്ച് നോക്ക്. പറഞ്ഞോളൂ, താങ്കൾ പറഞ്ഞോളൂ. അപ്പൊ ആക്രമിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രബുദ്ധതയായിരുന്നു അവിടെ. പക്ഷെ ജനങ്ങൾക്ക് തൃണമൂലെന്നല്ലാതെ മറ്റൊന്നും അവിടെ പറയാൻ പറ്റത്തില്ലായിരുന്നു. നിസാരമായിട്ട് സാറൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥി ഒരു പെണ്ണിനെ ഏത് രീതിയിൽ അക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്തു കൊന്നത്. അതുപോലൊക്കെ സഞ്ജയ് കാലി എന്ന് പറയുന്ന സ്ഥലത്ത് എന്തുമാത്രം സ്ത്രീകളെയാ സാറേ ഉപദ്രവിച്ചതൊക്കെ. അതൊക്കെ ജനങ്ങൾക്ക് ആരോടും പറയാൻ പറ്റത്തില്ലായിരുന്നു. പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുമായിരുന്നു. അപ്പൊ അത് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവരെ ഒരു നോർമലായിട്ട് BJP വന്നു ഞങ്ങൾക്ക് ഇനി ഞങ്ങളുടെ കാര്യം വെളിയിൽ പറയാമെന്നുള്ള ഒരു തോന്നലുണ്ടായ ഒരു ജനക്കൂട്ടമുണ്ട്. പക്ഷെ BJPയുടെ സപ്പോർട്ട് ഇല്ലെന്നൊന്നും ഞാൻ പറയത്തില്ല. നല്ലോണക്ക് BJPയുടെ സപ്പോർട്ട് കാണും ഇതിനകത്ത്. അവരൊന്നും അത്ര നല്ല ആൾക്കാരാണെന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ അവരെ ഒരു ജനസമൂഹം ഉള്ളിൽ ഒതുക്കിക്കൊണ്ടിരുന്ന ആ വികാരങ്ങളെല്ലാം കൂടി ഒന്നിച്ച് പുറത്തു ചാടി അതിന് വേണ്ടിയിട്ട് BJP നല്ലോണക്ക് അവരെ ഹെൽപ്പും ചെയ്യുന്നുണ്ട്. ഇല്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല സെക്രട്ടറി സാറെ. 100% അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. അങ്ങനെയൊക്കെ മുൻകാലങ്ങളിലുണ്ടായ സംഭവങ്ങൾ ഈ പാർട്ടികളൊക്കെ മുൻകാലങ്ങളിൽ മറ്റ് പാർട്ടികളോട് പെരുമാറിയത് ഇപ്പോൾ BJPയും അത് തന്നെ ആ പാർട്ടികളോട് തിരിച്ച് പെരുമാറുന്നു. പക്ഷേ ആര് എപ്പോൾ ചെയ്താലും ഒരു തെറ്റ് എപ്പോഴെങ്കിലും തിരുത്തപ്പെടണം. അല്ലാതെ ആവർത്തിച്ച് അവിടെ പണ്ട് ഞങ്ങളെ ഇങ്ങനെ തല്ലിയിട്ടുണ്ട് അതുകൊണ്ട് പിന്നെയും തല്ലുക എന്നുള്ളതല്ല, ആ തെറ്റ് തിരുത്തപ്പെടുക എന്നുള്ളതാണ് ജനാധിപത്യത്തിൽ പ്രധാനം. ശ്രീ കൃഷ്ണകുമാറാണ്, കരുനാഗപ്പള്ളിയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ കൃഷ്ണകുമാർ, താങ്കൾ കരുനാഗപ്പള്ളിയിൽ എവിടെയാണ്? കൃഷ്ണകുമാറിൻ്റെ ടെലിഫോണിൽ എന്തോ തടസ്സമുണ്ടായി എന്ന് തോന്നുന്നു. വിജയനാണ് കൊല്ലത്ത്. ശ്രീ വിജയൻ, താങ്കൾ പറഞ്ഞോളൂ. നമസ്തേ, പറഞ്ഞോളൂ. ഇതിനകത്ത് ഇപ്പൊ പറയാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശ്ചിമ ബംഗാളിൽ ആദ്യം ജ്യോതി ബസുവും പിന്നെ മറ്റേ പുതുദൈവ പട്ടാചാരിയും ഒക്കെയാണ് ഭരിച്ചത്. അന്നും ഇതിലും ഒക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു അവിടെ മറ്റു ഉള്ള പാർട്ടികൾക്ക് പ്രവർത്തിക്കാനും പ്രതിപക്ഷത്തിരിക്കാനും ഒക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. അതേപോലെ തന്നെ ഇവർ വന്നപ്പോഴും അതേപോലുള്ള ബുദ്ധിമുട്ട് തന്നെ ഇവര് ചെയ്തത് കണ്ട് അതേപോലെ തന്നെ അവരും മമതയും ചെയ്തു. ഇപ്പം BJP വന്നപ്പോൾ ഒരേ തെറ്റ് എല്ലാവരും ആവർത്തിക്കുകയാണ്, അങ്ങനെയാണോ? അല്ല, ആവർത്തിക്കല്ല, അത് ജനങ്ങളുടെ ഒരു ദോഷമായിട്ട് ഇപ്പൊ വരികയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അല്ലാതെ ആരുടെ ആഹ്വാനമൊന്നും ഇല്ലാതെ ജനങ്ങൾ സ്വന്തമായിട്ട് തീരുമാനിച്ച് ഇങ്ങനെ അടിക്കുകയാണോ? അല്ലല്ല, സന്ദേശ് ചിങ്കാൻ എന്ന് പറഞ്ഞ സ്ഥലത്തെ കാര്യങ്ങൾ ഇപ്പൊ ഒരാൾ പറഞ്ഞല്ലേ, അത് സാറിന് അറിയല്ലേ? അങ്ങനെയൊക്കെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് അങ്ങനെ ഒരു സംഭവമൊക്കെ. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. നമുക്ക് പെട്ടെന്ന് യൂട്യൂബിലെ ചില കമൻറ്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. നമസ്കാരം. ഇന്നലെ ഒരു കമൻറ്റ് പോലും വായിക്കാത്തതിനാൽ ഇന്ന് നോ കമൻറ്റ്സ് എന്ന് സുനിൽകുമാർ പറയുന്നു. ഇന്ന് അതുകൊണ്ടാണ് തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്ന കമൻറ്റ് ആദ്യം തന്നെ വായിച്ചത്. രണ്ടായാലും ഒരു കുഴപ്പവുമില്ല. TMC കാരണം 2021 മരിച്ച ആൾക്കാരെ പറ്റി ഒരു പൊതുവേദി ചർച്ച വെക്കണമെന്ന് ഗോമാതാജി പറയുന്നു. എന്തായാലും പേര് സ്വന്തമായിട്ട് ഗോമാതാജി എന്നൊക്കെ ഇട്ടത് കൊള്ളാം. അതിനെക്കുറിച്ച് പണ്ട് ഗോ മാതാവാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞൊരു തമാശ പണ്ട് അഴീക്കോട് പറഞ്ഞതുണ്ട്. അതൊക്കെ ആളുകൾ ചോദിച്ചാൽ നാണക്കേടാവും. ആരും കമൻറ്റ് ഇട്ടിട്ട് കാര്യമില്ല. ഇന്നത്തെ അവതാരൻ കമൻറ്റ് നോ മാനിയ എന്നായിരിക്കും ഉദ്ദേശിച്ചത്. ഉള്ള ആളാണെന്ന് ശശിധരൻപിള്ള പറയുന്നു. നമസ്കാരം. പിന്നീട് തൃണമൂലിനെതിരെയുള്ള പോരാട്ടമായിരിക്കും ഇന്ന്. തൃണമൂലം BJP തമ്മിൽ കടുത്ത പോരാട്ടമാണ് നടക്കുന്നത്. ഇത് ക്രൂരതയാണെന്ന് സുനിമോൾ ചൂണ്ടിക്കാണിക്കുന്നു. ഞാൻ ലീവല്ല എന്നൊക്കെ പറയുന്നു. ഡോക്ടർ MB മണി, അഴിമതി, കുടുംബവാഴ്ച, ഫാസിസം എന്നിവയിൽ നിന്നും മാറ്റം ആഗ്രഹിക്കുന്ന ജനത ഒരുമിച്ച് ഇരുന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ആരംഭിക്കണം. അതായത് ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആവശ്യമെന്നാണ് ശ്രീ MB മണി ചൂണ്ടിക്കാണിക്കുന്നത്. ശശിധരൻപിള്ള നമസ്കാരം. അവർ തമ്മിലൊക്കെ പറയുകയാണെന്ന് തോന്നുന്നു. കഴിഞ്ഞ 10 വർഷം തൃണമൂൽ ഗുണ്ടകൾ ഹിന്ദുക്കളോടും BJPയോടും കാണിച്ച ക്രൂരതയ്ക്കുള്ള തിരിച്ചടി എന്നൊക്കെ രാജ് VLA പറയുന്നു. ഈ ഹിന്ദുക്കളോടും എന്ന് പറയാൻ പറ്റത്തില്ല. ഈ തൃണമൂൽ കോൺഗ്രസിൻ്റെ വലിയൊരു വിഭാഗം പ്രവർത്തകർ ഹിന്ദുക്കളാണ്. അവിടുത്തെ ബംഗാളിലെ ഏറ്റവും കൂടുതൽ ഉള്ള മതവിഭാഗവും ഹിന്ദുവാണ്. ഹിന്ദു പിന്തുണയില്ലാതെ ഒന്നും ഒരു പാർട്ടിക്ക് അവിടെ ഭരിക്കാനൊന്നും കഴിയില്ല. തൃണമൂൽ കോൺഗ്രസിൻ്റെ മഹാഭൂരിപക്ഷം പേരും മുസ്ലിം പിന്തുണയ്ക്ക് ഒപ്പം എന്നല്ല, മുസ്ലിം പിന്തുണയ്ക്കാൾ കൂടുതൽ ആളുകൾ അവിടെ ഹിന്ദു പിന്തുണയിൽ ഉണ്ടായിരുന്ന പാർട്ടിയാണ്. അതുകൊണ്ട് ഈ ഹിന്ദുക്കൾക്കെതിരെ എന്നൊന്നും പറയുന്നത് ശരിയല്ല. BJPയുടെ നേരത്തെ അവരും ഈ ഗുണ്ടായുസം കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അംഗീകരിക്കാം. അങ്ങനെയൊക്കെ ഉള്ളത് കാണിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഹിന്ദു മുസ്ലിം നോക്കിയൊന്നുമല്ല.
BJPയിലെ ആൾക്കാർ തന്നെയാണോ ഇത് ചെയ്തതെന്ന് സുനിമോൾ ചോദിക്കുന്നു. വിജയചന്ദ്രൻ വേർ ഈസ് മിസ്റ്റർ മനു എന്ന് ചോദിക്കുന്നു. മനു ഇന്നലെ ഉണ്ടായിരുന്നു. നമസ്കാരം. ഇന്നലെ അല്ല പിന്നെ ഞാനുണ്ടായിരുന്നു. നമസ്കാരം സാർ. BJPയെ ഇന്ത്യ കുട്ടിച്ചോറാക്കും, എല്ലാ സ്റ്റേറ്റിനെയും മണിപ്പൂരാക്കി മാറ്റുമെന്ന് ജയകുമാർ പറയുന്നു. നന്ദകുമാർ പി പറയുന്നു ഇതിലേക്ക് എന്തിനാണ് മതം കൊണ്ടുവരുന്നത്, ദുർഭരണം ജനരോഷം സ്വാഭാവികം എന്ന് പറയുന്നു. എനിക്ക് തോന്നുന്നു മുമ്പ് എഴുതിയ ആളിനുള്ള മറുപടിയാണ് നന്ദകുമാർ പറഞ്ഞതെന്നാണ് തോന്നുന്നത്. രാജ് VLA പറയുന്നു അവനെ കൊന്നു കളഞ്ഞൊന്നുമില്ലല്ലോ. അതെന്തൊരു പറച്ചിലാണ് ശ്രീ രാജ് VLA. കൊന്നു കളഞ്ഞൊന്നുമില്ല, അതുകൊണ്ട് ഒരാളെ അടിക്കാം എന്നാണോ? അതൊന്നും ശരിയല്ലേ. ഇനി അയാൾ ഏത് ക്രൂരനോ തെമ്മാടിയോ അല്ലെങ്കിൽ എത്രത്തോളം ആളുകൾക്ക് കല്ലെറിഞ്ഞ് കൊല്ലേണ്ട ഒരു കൊലപാതകയോ ഒക്കെ ആയിക്കോട്ടെ, പക്ഷേ ഒരാളെ ആക്രമിക്കാൻ, ഒരു ആൾക്കൂട്ടത്തിന് ആക്രമിച്ച് ആ നീതി നടപ്പാക്കുക, അതെന്ന് പറഞ്ഞാൽ പ്രാകൃതമായ നീതിയാണ്. അതല്ല അത് ജനാധിപത്യത്തിലും സംസ്കാരത്തിലും വേണ്ട. അത്ര ഒരു സംസ്കാരമുള്ള ഒരു ജനതയുടെ ഇടയിൽ നിന്ന് ഒരാൾ അങ്ങനെ കൊന്നുകളഞ്ഞില്ലല്ലോ എന്നും പറയുന്നത് ഒരു സംസ്കാര ശൂന്യതയാണ് എന്നതുകൂടി താങ്കളെ ഓർമ്മിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ മറ്റ് ചില ഒരാളുടെ തന്നെ കമന്റുകൾ പിന്നീട് ആവർത്തിച്ച് വരുന്നതാണ് ഞാൻ വായിക്കാതിരിക്കുന്നത്. ഇത്രയും ദിവസം സുനിമോളെ എന്ന് വിളിച്ച് ടീച്ചർ എന്ന് വിളിച്ചതുകൊണ്ട് തമാശ പറഞ്ഞതാണ് എന്നൊക്കെ പറയുന്നത് നമുക്ക് തമ്മിലുള്ള കമന്റുകളാണെന്ന് തോന്നുന്നു. BJP ആണെങ്കിൽ അവർ ജയിച്ച എല്ലാ സ്ഥലത്തും വയലൻസ് നടക്കണ്ടേ എന്ന് ചോദിക്കുന്നു. പക്ഷേ ബംഗാളിൽ നടക്കുന്നുണ്ട്. അത് വ്യക്തമായ തെളിവുകളോടുകൂടി തന്നെയാണ് ഇപ്പോൾ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ടുകൾ വരുന്നത്. BJP ഭരിച്ചപ്പോൾ മാത്രമേ നമ്മുടെ അടുക്കളയിൽ കയറി വിദേശ രാജ്യങ്ങൾ ആക്രമിച്ചിട്ടുള്ളൂ എന്ന് ജയകുമാർ പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ യുദ്ധവുമായി ബന്ധപ്പെടുത്തിയാണെന്ന് പറഞ്ഞതെന്ന് തോന്നുന്നു. കൃഷ്ണൻകുട്ടി പറയുന്നു ഇന്നലെ കുറേ കമൻറ്റുകൾ എഴുതി ഒന്നുപോലും വായിച്ചില്ല, ഇത് തന്നെ സംഭവിക്കുമെന്നൊക്കെ കൃഷ്ണൻകുട്ടി പറയുന്നു. ശ്രീ കൃഷ്ണൻകുട്ടി ഇന്ന് തുടക്കത്തിൽ തന്നെ ഞാൻ കമൻറ്റ് വായിച്ചാണ് തുടങ്ങി. ഇന്നലെ വായിക്കാൻ ഇന്നലെ തിരക്കിൽ പറ്റിയില്ല. ഇടയ്ക്ക് എൻ്റെ മൊബൈൽ ഒന്ന് സ്വിച്ച് ഓഫ് ആയിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് മൊബൈൽ നോക്കിയാണ് നമ്മൾ ഈ സാധനം വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നടന്നില്ല. കൃഷ്ണൻകുട്ടി സാർ, പിള്ള സാർ, ജയകുമാർ എല്ലാവർക്കും അങ്ങോട്ട് പരസ്പരം നമസ്കാരം പറയുന്ന ആളുകളൊക്കെയാണ്. നല്ല ഭരണം ആഗ്രഹിക്കുന്ന ബംഗാൾ ജനതയ്ക്ക് അക്രമാസക്തമാകുന്ന ഭരണമാണോ കാഴ്ചവെക്കേണ്ടത്? BJP വിശ്വസിച്ചാണ് ജനം വോട്ട് നൽകിയതെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ വിജയചന്ദ്രനുണ്ട്. അതോടൊപ്പം പ്രദീപ് കുമാർ പറയുന്നു മിസ്റ്റർ ബാലകൃഷ്ണൻ ചേട്ടൻ, ഐ എം സോ ഹാപ്പി യു ബാക്ക്, പ്ലീസ് വെൽക്കം ദി പ്ലാറ്റ്ഫോം ഫോർ എവറിബഡി, വി ക്യാൻ ഓപ്പൺ ടോക്സ്, ഇറ്റ്സ് യുവർ ഒപ്പീനിയൻ, ദിസ് ഈസ് ദി പൊതുവേദി, ദർ ഇസ് നോ എനിമി ഓർ ഫ്രണ്ട് ഫോർ എവർ എന്ന് പറയുന്നു. അങ്ങനെ ഫ്രണ്ട് ഫോർ എവർ എന്ന് പറയേണ്ട കാര്യമില്ല. നമ്മളെപ്പോഴും സുഹൃത്തുക്കളാണ്. ആരും എതിരഭിപ്രായം പറഞ്ഞാലും ഒക്കെ സുഹൃത്തുക്കളാണ്. നമ്മുടെ പൊതുവേദിയിൽ തന്നെ വിളിച്ച എന്ത് രൂക്ഷമായി എനിക്കെതിരെ വരെ പറയുന്ന അഭിപ്രായം പറയുന്നവരുടെ കമൻറ്റുകൾ പോലും നമ്മൾ വായിക്കാറുണ്ട്. അത് ഓരോരുത്തരുടെ അഭിപ്രായമാണ്. അതിനെ ആ തരത്തിൽ തന്നെയാണ് നമ്മളെപ്പോഴും കാണുന്നത്. അനുഭവമാണല്ലോ വലിയ പാഠം. ബംഗാളിലെ വിശേഷങ്ങൾ കണ്ടപ്പോൾ കേരളത്തിൽ CPM അനുഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് മനസ്സിൽ വരികയാണ് എന്ന് സദാശിവൻ നായർ പറയുന്നു. എന്തായാലും കേരളത്തിൽ അങ്ങനെ ഇടതുമുന്നണിയും വലതുമുന്നണിയും ഒക്കെ മാറി മാറി ഭരിക്കും. അവിടെ കേരളത്തിൽ അങ്ങനെ നേതാക്കളെ ആക്രമിക്കുന്ന രീതിയൊന്നും കേരളത്തിലല്ല ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം സംസ്ഥാനങ്ങളിലും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അത് ബംഗാളിൻ്റെ ഒരു രീതിയാണ്. മുരളി പറയുന്നു ശശിധരൻപിള്ള നമുക്ക് ആരോടും വിരോധം വേണ്ട എന്ന് പറയുന്നു. എന്തായാലും ഇതൊക്കെയാണ് നിൽക്കുന്നത്. നമുക്ക് ഈ അടുത്ത പ്രേക്ഷകരുടെ കമൻറ്റിലേക്ക് പോകും മുമ്പ്, പ്രതികരണത്തിലേക്ക് പോകും മുമ്പ് ഒരു ചെറിയ ഇടവേള. ശ്രീ രജനീഷാണ്, വളയത്തു നിന്നാണ് വിളിക്കുന്നത്. ശ്രീ രജനീഷ്, ബംഗാളിലെ ഇപ്പോഴത്തെ അത്യസാധാരണമായ സംഭവ വികാസങ്ങൾ, തൃണമൂൽ കോൺഗ്രസിൻ്റെ തലമുതിർന്ന നേതാക്കളെ പോലീസിൻ്റെ സാന്നിധ്യത്തിലടക്കം BJP പ്രവർത്തകർ മർദ്ദിക്കുന്നു, തലയടിച്ചു പൊട്ടിക്കുന്നു. കല്യാൺ ബാനർജിയെ പോലെ വളരെ മുതിർന്ന ഒരു നേതാവിൻ്റെ, അത് ജനരോഷമാണെന്ന് BJP പറയുന്നു. ആസൂത്രിതമായ BJPയുടെ ആക്രമണമെന്ന് തൃണമൂലും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും പറയുന്നു. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? 10 വർഷമായി തൃണമൂൽ കോൺഗ്രസിന്റെ അക്രമങ്ങളിൽ ഒരുപാട് പ്രവർത്തകർക്ക്, BJP പ്രവർത്തകരുടെ, CPM പ്രവർത്തകരുടെ അക്രമത്തിൽ ഗുരുതരമായി പരിക്കേറ്റും മരണപ്പെട്ടും എത്രയോ വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ പ്രതികരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്ന ജനങ്ങൾ, BJPക്കാരായിക്കോട്ടെ ആരായിക്കോട്ടെ, അവസരം വന്നപ്പോൾ തിരിച്ചടിച്ചു. അത്രയേ ഉള്ളൂ. മനുഷ്യന് തോന്നുന്ന സ്വഭാവങ്ങളല്ലേ അതൊക്കെ. അതിനു മുമ്പേ CPM തൃണമൂൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നപ്പോൾ ഒരുപാട് CPMമാർ അവിടെ കശാപ്പ് ചെയ്യുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു രീതിയാണ് ഇവിടെ അവലംബിക്കുന്നത്. അക്രമത്തിന്റെ മറുവരുന്ന അക്രമമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്മാർക്ക് അത് ചെയ്തു പോകും. ശരിയാണ്. അവർ മുമ്പ് ഇങ്ങനെയൊക്കെ തെറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇപ്പോൾ ഇങ്ങനെ അവര് ആക്രമണത്തിന് വിധേയരായത് ശരിയാണെന്നാണ് താങ്കൾ പറയുന്നത്? ശരിയാണെന്നല്ല, അതിപ്പോ ആരായാലും താങ്കൾ ഒരാൾ അടിച്ചു കഴിഞ്ഞാൽ അത് താങ്കൾക്ക് മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ താങ്കൾക്ക് അവസരം കിട്ടുമ്പോൾ തിരിച്ചടിക്കും. അത്രയേ ഉള്ളൂ. അതാണോ ഞാനതാ ചോദിച്ചത്. താങ്കളുടെ ഇപ്പോഴത്തെ നിലപാടെന്താണ്? ഈ BJP പ്രവർത്തകർ തൃണമൂൽ കോൺഗ്രസിന്റെ നേതാക്കളെ ആക്രമിച്ചത് ശരിയാണ് എന്നുള്ള നിലപാടാണോ, അതോ അത് തെറ്റാണ്, അതിനെ അപലപിക്കുന്ന നിലപാടാണോ?
അത് അനുഭവിച്ചവർക്കേ മനസ്സിലാവൂ. ആ സംസ്ഥാനത്ത് അതവിടെ നിൽക്കട്ടെ, ഞാൻ താങ്കളുടെ അഭിപ്രായമല്ലേ ചോദിച്ചത്? എന്റെ അഭിപ്രായമാണ് പറയുന്നത്. എനിക്കാണ് ഈ അവസരം വന്നിരുന്നത്, ഞാൻ അതേപോലെ തിരിച്ചടിക്കും, അത് കാര്യമായി തിരിച്ചടിച്ചിരിക്കും. ശ്രീ രജനീഷ്, അതൊരു കുറച്ചു മുമ്പേ വിളിച്ച ഒരാൾ പറയുന്നത് കേട്ടു, അത് അയാൾ എത്ര ക്രൂരനും കല്ലെറിഞ്ഞ് കൊല്ലവേണ്ടവനായാലും അതിങ്ങനെ ചെയ്യുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു. അത് ചെയ്തു പോകും. അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. നിയമപരമായി ശരിയല്ലായിരിക്കും, പക്ഷേ നിയമപരമായിട്ടല്ല. അത് ഒരു മനുഷ്യൻ എന്ന രീതിയിൽ അങ്ങനെ ചെയ്യുന്നത് കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്നുള്ള പ്രാകൃതമായ നീതിയല്ല. അങ്ങനെയാണെങ്കിൽ ഈ നാട്ടിൽ ശക്തന്മാരായ ആളുകൾക്ക് എല്ലാ കാലത്തും അവർ ഭരിക്കും, ദുർബലരായ ആളുകളെല്ലാം എല്ലാ കാലത്തും അടികൊണ്ട് കിടക്കും. അങ്ങനെയല്ലേ? എനിക്ക് പണ്ട് അടിച്ചിട്ടുണ്ട് എന്ന് കരുതി മിന്നൊരു ശക്തൻ വന്നാൽ എന്നാലും ഈ എല്ലാ കാലത്തും അടികൊണ്ട് കിടക്കേണ്ട കുറെ ദുർബലരായ മനുഷ്യരില്ലേ അവിടെ? ഓരോ കാലത്തും ഓരോ ശക്തർ വന്ന് അവർ തമ്മിലടിച്ചാൽ ആ കാലത്ത് എല്ലാം അടികൊള്ളേണ്ട മനുഷ്യരുണ്ടാവില്ലേ? താങ്കൾ ഇത് എത്രയോ കാലമായിട്ട് മാധ്യമ പ്രവർത്തനം നടത്തുന്ന ഒരാളാണ്. ഈ അഭിഷേക് ബാനർജി ആയിക്കോട്ടെ, ഈ കല്യാൺ ബാനർജി ആയിക്കോട്ടെ, ഇതിനു മുമ്പേ 10 വർഷം സംസ്ഥാനത്ത് നടന്ന കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരാളാണ് രജനീഷ്. ഞാൻ ആദ്യമേ പറഞ്ഞു, ഞാൻ അതുകൊണ്ട് അതിലെ വ്യക്തമായി പറഞ്ഞത്, ഇനി കല്ലെറിഞ്ഞ് കൊല്ലാൻ തക്ക മനുഷ്യന്റെ മനസ്സിൽ വികാരം തോന്നുന്ന ഒരു ക്രൂരമായ കുറ്റകൃത്യം ചെയ്ത ആളായാൽ പോലും അങ്ങനെ ചെയ്യരുത് എന്നുള്ളതാണ് ഒരു പരിഷ്കൃത സമൂഹത്തിന്റെ ലക്ഷണം. അല്ലാതെ നിങ്ങൾ പണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാനതാ ചോദിച്ചൊരു സംശയം. ഇപ്പോൾ ശരിയാണ്, തൃണമൂലുകാർ ഇതേപോലെ CPM-കാരെ തല്ലിയിട്ടുണ്ട്. ഇപ്പോൾ BJP-കാർ വന്നു തൃണമൂലുകാരെ തല്ലുന്നു. ഇനി നാളെ ചിലപ്പോൾ CPM-കാർക്കും ചിലപ്പോൾ കിട്ടിയേക്കും. ഇനി അതിന് നാളെ മറ്റൊരു പാർട്ടി വന്നാൽ മറ്റ് തോൽക്കുന്ന പാർട്ടികളെ തല്ലി ഒതുക്കുക. ആ രീതി പണ്ട് നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആ തെറ്റ് തിരുത്തുകയല്ലാതെ ഞങ്ങളും അതേ തെറ്റ് ചെയ്താൽ പിന്നെന്താണ് വ്യത്യാസം? സാർ പറയുന്നത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇതേ സംഭവങ്ങൾ നടക്കുന്നുണ്ടോ? ചില സംസ്ഥാനങ്ങളിലെ സാഹചര്യം അങ്ങനെയാണ്. ആ സാഹചര്യം അങ്ങനെയാണ്. എല്ലാ സംസ്ഥാനത്തും കോൺഗ്രസും CPM-ഉം BJP-യും കോൺഗ്രസുമായി സംശയം മത്സരിച്ച് മറ്റുള്ള ഓരോ പാർട്ടികൾ ജയിക്കുമ്പോൾ അതുപോലെ അവിടുത്തെ എല്ലാ പാർട്ടി നേതാക്കളും എല്ലാ പാർട്ടിക്കാർക്കും ഇതിൽ ഏറെയും കുറഞ്ഞും ഉത്തരവാദിത്തമുണ്ട്. അതിൽ യാതൊരു സംശയമില്ല. എല്ലാ പാർട്ടിക്കാർക്കും തന്നെയാണ് ഈ ഉത്തരവാദിത്തം. അപ്പൊ അത് സ്വാഭാവികമായിട്ട് അവർ തമ്മിൽ ഇതേ പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് അവിടുത്തെ സാഹചര്യം അങ്ങനെയാണ്. ആ സാഹചര്യം തിരുത്തണം എന്നുള്ളത് തന്നെയാണ് രജനീഷ്. ഒരിക്കലും ഒരാൾ തെറ്റ് ചെയ്തു, എന്റെ മുന്നത്തെ മന്ത്രി അഴിമതി കാണിച്ചു, നമ്മുടെ മനസ്സിനേറ്റ മുറിവ്, നമ്മുടെ ശരീരത്തേറ്റ മുറിവ് മറക്കാൻ പറ്റുമോ എന്നതിന്റെ ചോദ്യം. അങ്ങനെയൊക്കെ ഒരുപാട് മുറിവേറ്റ നമ്മൾ ബ്രിട്ടനെതിരെ പോരാടി നമ്മുടെ രാജ്യത്ത് എത്രയോ പേർ രക്തസാക്ഷികളായി. ഇപ്പോൾ ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യവുമായി മാറുന്നതനുസരിച്ച് അത്തരം കാര്യങ്ങൾ സഹിച്ചും ക്ഷമിച്ചും സൗഹൃദം പുലർത്തിയും ഒക്കെയാണ് മുന്നോട്ട് പോകുന്നത്. അല്ലാതെ ഒരു കാലത്തുണ്ടായ ഒരു അനീതിയുടെ പേരിൽ എല്ലാ കാലത്തും അവരുടെ തലമുറയാകെ ശത്രുക്കളായി കാണണം. അന്ന് അടിച്ചവരല്ലല്ലോ ഇപ്പോൾ ഉള്ളത്, ഇന്ന് പുതിയ ആളുകളല്ലേ. അതൊക്കെയല്ല പറയുന്നത്. ഈ നമ്മൾ സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലത്തായിക്കോട്ടെ, ഈ പഴശ്ശിരാജയുടെ സിനിമ കാണുന്ന കാലത്തായിക്കോട്ടെ, ഈ പഴശ്ശിരാജയെ ഉപദ്രവിച്ചവരെ തിരിച്ചു വെടിവെച്ച് കൊല്ലുന്ന സ്ഥിതി വരുന്നോ നമ്മളത് ചെയ്യേണ്ടി വരുന്ന സമയത്ത് ചെയ്യേണ്ടി വരുന്നതാണത്. ശരി, ഓക്കെ. ജനീഷിന്റെ അഭിപ്രായം അങ്ങനെയാണ്. ശ്രീ ചന്ദ്രൻ നായരാണ് തിരുവനന്തപുരത്ത്. ശ്രീ ചന്ദ്രൻ നായർ, താങ്കൾ പറഞ്ഞോളൂ. ചന്ദ്രൻ നായരുടെ ടെലിഫോണിൽ തടസ്സമുണ്ടെന്ന് തോന്നുന്നു. ശ്രീ മൈക്കിളാണ് ഇടുക്കിയിൽ. ചന്ദ്രൻ നായർ ഉണ്ടല്ലേ? പറഞ്ഞു, ചന്ദ്രൻ നായർ പറഞ്ഞോളൂ. സാർ, ബംഗാളിലെ പ്രശ്നം BJP-ക്ക് പങ്കില്ലെന്നും വർഷങ്ങളായി പീഡിപ്പിക്കപ്പെട്ട ജനങ്ങള് പ്രതിഷേധിച്ചതാണെന്നാണ് BJP-യുടെ പ്രസിഡന്റ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ഭരണമാറ്റത്തിന് തുല്യമായിട്ടുള്ള ഒരു സംഭവമാണ്. ജനങ്ങൾ ഇറങ്ങി തിരിച്ചപ്പോൾ അവരെ നിയന്ത്രിക്കാൻ ആളില്ല. അത് കേരളത്തിലും മറ്റുള്ള ഒരു വിഷയത്തിലാണെങ്കിൽ തന്നെയും കേരളത്തിൽ ഉണ്ടായില്ലേ സാർ ഇത്? അതായത് ജനങ്ങളെ അവര് അക്രമസക്തരായി കഴിഞ്ഞാൽ അവരെ നിയന്ത്രിക്കാൻ രാഷ്ട്രീയ പാർട്ടിക്കാർ തയ്യാറാകണം. അത് തയ്യാറാകാത്തതിന്റെ ബുദ്ധിമുട്ടാണ് അവിടെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് നേരെ ഉണ്ടായ ഈ പ്രശ്നങ്ങളൊക്കെ സാറേ, ശരിക്കും പറഞ്ഞാൽ ബംഗാളിൽ ഉണ്ടായതും കേരളത്തിലും തുല്യമാണ് സാർ. ഭരണമാറ്റത്തിൽ നിന്നും ഉണ്ടായ പ്രശ്നങ്ങളാണ് സാർ അവിടെയും ഇവിടെയും. ശരി, താങ്കളുടെ അഭിപ്രായം അങ്ങനെ. ശ്രീ മൈക്കിളാണ് ഇടുക്കിയിൽ നിന്ന്. ശ്രീ മൈക്കിൾ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇത് ആസൂത്രിതമായ ആക്രമണമാണോ അതോ അറിയാതെ ഇങ്ങനെ ജനരോഷം പൊട്ടിപ്പുറപ്പെട്ടതാണോ? സാറേ നമസ്കാരം. നമസ്കാരം സാറ്. സ്വതന്ത്ര ഭാരതത്തിലെ നമ്മുടെ സ്വതന്ത്ര ഭാരതത്തിൽ നമ്മൾ ജീവിക്കുക, നമ്മൾ അഭിമാനത്തോടെ ജീവിക്കുക ഭാരതത്തിൽ. നമുക്കറിയാം വടക്കേ ഇന്ത്യയിൽ മുഴുവൻ ഇത് അവരെ പറഞ്ഞ് പഠിപ്പിക്കുന്നതും ആ ജനങ്ങളെ ഈ രീതിയിലേക്ക് ആക്കി അവരുടെ പരിധിക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർക്ക് കൊടുക്കുന്ന സന്ദേശമാണ്. സന്ദേശം എന്ന് പറഞ്ഞാൽ അവരെ പഠിപ്പിക്കുന്ന ഇതാണ്. അവിടെ ഇരുന്നുകൊണ്ട് പറയും ഞങ്ങൾ അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറയും.
ശ്രീ മൈക്കിൾ, ഒരു ചെറിയ തിരുത്ത്. ഈ വടക്കേ ഇന്ത്യയിലാകെ അങ്ങനത്തെ ഒരു അവസ്ഥയില്ല. വടക്കേ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലൊന്നും, പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലൊന്നും ഒരു പാർട്ടി പരാജയപ്പെട്ടു എന്ന് കരുതി പിറ്റേ ദിവസം ആ പാർട്ടി പ്രാദേശികമായിട്ട് ചില ആക്രമണങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും, പക്ഷേ ഈ മുതിർന്ന നേതാക്കളെയൊക്കെ തെരുവിലിട്ട് മർദ്ദിക്കുക, അങ്ങനത്തെ ഒരു അവസ്ഥയൊന്നും മറ്റു സംസ്ഥാനങ്ങളൊക്കെ അത്യപൂർവമായിട്ടുണ്ടായിട്ടുള്ള അല്ലാതെ ഈ ഇതുപോലെ അങ്ങനെ ഉണ്ടായിട്ടില്ല. അല്ല സാറേ, നമുക്ക് ഇപ്പൊ ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് അറിയാവുന്ന കാര്യങ്ങള്, കുറച്ച് അറിയാവുന്ന കാര്യങ്ങൾ മാത്രം. എന്നാന്ന് വെച്ചാൽ ജനങ്ങൾ ആ രീതിയിലേക്ക് അവിടെ ഇപ്പോഴല്ല, ഈ കാലത്ത് ഞാൻ പറയുന്നത് നമുക്കറിയാലോ, സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇത്ര കാലമായി ജനങ്ങളായി ജീവിക്കുവാൻ, പഠിപ്പിക്കാനോ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാനോ ആർക്കും സാധിച്ചിട്ടില്ല. അവരെ ഈ അടി കൊണ്ട് ഒരുത്തൻ അടിച്ചാൽ തിരിച്ചടിക്കുക എന്നുള്ളത് മാത്രമേ അവരെ പഠിപ്പിച്ചിട്ടുള്ളൂ. അങ്ങനെയാണ് അവിടുത്തെ സ്ഥിതി. നമ്മൾ നമുക്കറിയാലോ. പിന്നെ കുറച്ചെങ്കിലും എനിക്ക് തോന്നുന്നത് കുറച്ചെങ്കിലും ഒരു മെച്ചപ്പെട്ട രീതിയിൽ ഇപ്പൊ നമുക്ക് എവിടെയാ അവിടെ ഒക്കെ ആയിരുന്നത് ബംഗാളിലൊക്കെ കുറച്ച് മെച്ചം എനിക്ക് തോന്നുന്നതും എനിക്ക് അറിയാം. ഞാനും പല ആളുകളുമായിട്ട് സംസാരിച്ചിട്ടുള്ളതാ. അത് ഇടതുപക്ഷം CPM ഉള്ളപ്പോഴാണ് കുറച്ചെങ്കിലും ഒരു മെച്ചപ്പെട്ട. ഈ നേരത്തെ ഒരാൾ പറഞ്ഞല്ലോ, സ്ത്രീകൾക്ക് രാത്രി പാതിരാത്രിക്ക് വരെ ഒരു പേടിയും ഇല്ലാതെ നടക്കാവുന്ന ഒരു നഗരമായിരുന്നു കൽക്കത്ത നഗരമൊക്കെ. ഇപ്പൊ ആ കാലമൊക്കെ മാറി. അതിലും കുറെ കൂടി മെച്ചപ്പെട്ട രീതിയിൽ വരേണ്ടതായിരുന്നു. പക്ഷെ അതല്ല, ഇപ്പൊ നമ്മള് ഒത്തിരി പുറകോട്ട് പോവുക. അതിന് ഒരു കാരണമുണ്ട്. BJP എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഡബിൾ ശക്തിയാ കിട്ടുന്നത്. BJPയിൽ ചേരുന്ന ആളുകൾക്ക് ഡബിൾ ശക്തിയാന്നാ പറയുന്നത്. അത് എല്ലാ സ്ഥലത്തും ഉണ്ട്. അവിടെ അടിയും പിടിയൊക്കെ നടത്തുന്നുണ്ട്. പല സ്ഥലത്തും നമ്മൾ കണ്ടോണ്ടിരിക്കുക. നമ്മൾ കാണുന്ന ആളുകളെ നമുക്കറിയാം. ഇപ്പൊ എന്റെ ശ്രീ ശിവൻകുട്ടിയാണ് പോത്തൻകോട് എന്നാണ് വിളിക്കുന്നത്. ശ്രീ ശിവൻകുട്ടി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ബംഗാളിൽ നടക്കുന്ന സംഭവങ്ങൾ എന്തായാലും നാണക്കേടാണ്, അത് ഇന്ത്യക്ക് ആകെ നാണക്കേടാണ്. അതിൽ ആര് പറയുന്നതാണ് ശരിയെന്നാണ് താങ്കളുടെ പക്ഷം? ഹലോ, നമസ്കാരം. നമസ്കാരം. നമസ്കാരം സാറേ. നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. കേൾക്കാവോ? കേൾക്കാമല്ലോ, പറഞ്ഞു. ഞാൻ പറഞ്ഞ സിദ്ധാർത്ഥ ശങ്കർ, ഞാൻ 73 സിലിഗുരി വരെ പോയിട്ടുണ്ട്, താമസിച്ചിട്ടുണ്ട്. അവിടെയായിരുന്നു ജോലി ചെയ്തിരുന്നത്? അല്ല, ഞാൻ ടൂർ പോയ ഒരു യാത്ര പോയി, അവിടെ ഒരു ബന്ധുണ്ടായിരുന്നു. ഹലോ, കേൾക്കാൻ, പറഞ്ഞോളൂ. അങ്ങനെ അതിനുശേഷം ഞാൻ അന്ന് സിദ്ധാർത്ഥ ശങ്കറയുടെ കാലശേഷം ബംഗാളിനെ പറ്റിയ അപജയം കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്നപ്പോഴും അടിയും ബഹളവും അന്ന് തുടങ്ങിയതാണ്. അവിടുത്തെ ആ ഒരു സംവിധാനം തന്നെ മാറ്റിമറിച്ചവൻ. അതിനുശേഷം വന്ന തൃണമൂല അതിനേക്കാൾ വളരെ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. ഈ സിദ്ധാർത്ഥ് ശങ്കർ കാലത്ത് ഈ പറയുന്നത് പോലെ അതിക്രൂരമായ അതിക്രമങ്ങൾ ബംഗാളിലാകെ നടന്നിട്ടുള്ളതല്ലേ? ബംഗാളിലെ എതിർ പാർട്ടിക്കാരെ, ഈ അന്നത്തെ CPMകാരെ ഒക്കെ അതിക്രൂരമായി കൊലപ്പെടുത്തുകയും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഉള്ള ഗുണ്ടായിസമൊക്കെ അന്ന് സിദ്ധാർത്ഥ് ശങ്കർ കാലത്ത് തന്നെ ഉണ്ടായിരുന്നല്ലേ? അത് കഴിഞ്ഞ് അപജയം ഉണ്ടായി എന്ന് പറയുമ്പോൾ അന്ന് എന്തോ നല്ല കാലമായിരുന്നു എന്ന് പുതിയ ആളുകൾ കേൾക്കുമ്പോൾ തോന്നില്ലേ? അതുവരെയുള്ള കാലം ഈ മീൻ ചെയ്ത അവസാന കാലമാണ് അത് സംഭവിക്കുന്നത്. അതിനുശേഷമാണ് അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരുന്നത്. അത് വന്നതിന് ശേഷം അപ്പോഴും കുഴപ്പമില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒന്നും കുഴപ്പമുണ്ടായിട്ടില്ല. ഭരണം ഒരു തരം ഈ ഗുണ്ടായുസമായിരുന്നു അന്ന് പോലെ തുടങ്ങിയത്. അത് വന്ന് ഈ തൃണമൂലിന്റെ കാലഘട്ടം വന്നപ്പോൾ അതിനേക്കാൾ വളരെ ഉപദ്രവകരമായി. മനുഷ്യന് ജീവിക്കാനോ ഇറങ്ങിടക്കാനോ ഒന്നും പറ്റാത്ത രീതിയായി, ചിന്ന വർഗീയമായി. അതിന്റെ ഇടയിൽ കൂടെ ബംഗ്ലാദേശികൾ അവരെ രോഹിംഗ്യനെ കൊണ്ട് കയറ്റി. ഇതെല്ലാം രാജ്യദ്രോഹപരമായ പ്രവൃത്തികൾ ചെയ്താണ് ഈ കുഴപ്പം അത്രയും വന്നത്. ഈ ചെയ്ത പ്രവൃത്തി ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല. ഒരു കാര്യം പറയാതിരിക്കാൻ നിർവാഹമില്ലാത്തതുകൊണ്ട് പറയണം. ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആഫീസുകളൊക്കെ തുറന്നു സാറേ, അത് തന്നെ വലിയ കാര്യമല്ലേ. ആരാണ് ഈ ബംഗ്ലാദേശികളെയൊക്കെ അവിടെ കൊണ്ടുവന്നത്? അത് എല്ലാരും ഉണ്ട്, ഈ ഭരിച്ച എല്ലാരും ഉണ്ട്. ഇന്ത്യയുടെ ഒക്കെ അതിർത്തി കാക്കുന്നത് ആരാണ്? BSF ആണല്ലോ. അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല സാർ. എന്ത് ചെയ്യാൻ പറ്റും? അതിർത്തി കാക്കുന്നവരല്ലാതെ അകത്തിരിക്കുന്ന പോലീസുകാർക്ക് ബംഗ്ലാദേശികളെ വിളിച്ച് അകത്ത് കയറ്റാൻ കഴിയില്ല. അവർക്ക് പറ്റുമോ? ഞാൻ പറഞ്ഞില്ല, ഒരു ഫെൻസിങ് കെട്ടാൻ പോലും സമ്മതിക്കുന്ന രാജ്യദ്രോഹികളല്ലേ. എങ്ങനെയാണ്? ഫെൻസിംഗ് എങ്കിലും കെട്ടാൻ സമ്മതിക്കേണ്ടിയിരുന്ന? ഞാൻ ചോദിച്ചതാണ്, ഈ അതിർത്തി കാക്കുന്നവരല്ല അറിയാതെ ആളുകളെ അവിടെ നിന്ന് ബലൂണിൽ പറത്തി ഇപ്പുറത്തോട്ട് ഇടാനും പറ്റില്ലല്ലോ. ചിലപ്പോ കാശ് വാങ്ങിച്ചാലും അല്ലെങ്കിൽ അവിടുത്തെ പൊളിറ്റിക്കൽ സപ്പോർട്ട് കാണും, എന്തൊക്കെ ഉണ്ട്. അത് ഇപ്പോ ഈ നടന്നത് ശരിയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആഫീസുകളൊക്കെ തുറന്നു കേൾക്കുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുകയാണ്. ശരി, ഓക്കെ. താങ്കളുടെ ഞാനാകെ സിദ്ധാർത്ഥ് ശങ്കറയുടെ കാലത്ത് ശേഷമാണ് അപജയം ഉണ്ടായെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അത് ചൂണ്ടിക്കാട്ടിയത്. അന്നും
ഈ പറയുന്നത് പോലെ വലിയ പീഡനങ്ങൾ, മനുഷ്യാവകാശ ലംഘനങ്ങളൊക്കെ നടന്നൊരു കാലം കൂടിയായിരുന്നു കോൺഗ്രസ്സുകാരനായ സിദ്ധാർത്ഥ ശങ്കർ റെഡ്ഡിയുടെ ഭരണകാലം. ശ്രീ ശിവൻകുട്ടിയാണ് ശിവൻകുട്ടിയാണ് സംസാരിച്ചത്. ശ്രീ രാധാകൃഷ്ണനാണ് ചാത്തന്നൂരിൽ നിന്നും. ശ്രീ രാധാകൃഷ്ണൻ, താങ്കൾ എങ്ങനെയാണ് ഈ ബംഗാളിൽ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളടക്കം തെരുവിൽ ആക്രമണം നേരിടുന്നതിനെ കാണുന്നത്? എനിക്ക് പറയാനുള്ളതിൻ്റെ ഏറെക്കുറെ ഒരു ചെറിയ കാര്യമാണ് നേരത്തെ സൂചിപ്പിച്ചത്, നമ്മൾ മൈക്കിൾ സൂചിപ്പിച്ചത്. അവിടെ സിദ്ധാർത്ഥ ശങ്കർ റെഡ്ഡിയുടെ കാര്യമൊക്കെ താങ്കൾ തന്നെ പറഞ്ഞു. അത് ജനങ്ങൾക്ക്, ഇന്ത്യയുടെ ചരിത്രം ജനങ്ങൾക്ക് രാഷ്ട്രീയ ചരിത്രം അറിയാവുന്നവർക്കറിയാം. അവിടെ എന്തെങ്കിലും ഒരു മാന്യമായിട്ടുള്ള സംവിധാനം നിലനിന്ന് പോന്നിട്ടുള്ള ഒരു 30 വർഷക്കാലം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇടതുപക്ഷത്തിന്റെ ഭരണകാലത്ത് തന്നെയാണെന്ന് നമ്മുടെ പല ആളുകൾക്ക് ഇപ്പൊ ഈ തന്നെ സംസാരിച്ചോ മനസ്സിലായല്ലോ. ഇടതുപക്ഷം എവിടെയാണോ അപജയമുണ്ടാവുന്നത് അവിടെ വർഗീയതയും അരാജകത്വവും അക്രമവും വർദ്ധിക്കും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ ബംഗാളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരെ മറിച്ച് ഇവിടെയും നമ്മുടെ കേരളത്തിലും ആ സംവിധാനമുണ്ട്. പക്ഷേ കേരളത്തിൽ ഇടതുപക്ഷം ശക്തി ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇവിടെ വർഗീയതയും അരാജകത്വവും അക്രമവും ഉണ്ടാകുന്നത്. രാഷ്ട്രീയമായിട്ടുള്ള ചെറുതും വലുതുമായ സംഭവങ്ങളൊക്കെ എല്ലായിടത്തും ഉണ്ടാകുന്നതാണത് തന്നെ എല്ലായിടത്തും ഉണ്ടാകുന്നത് രാഷ്ട്രീയ ഇഷ്യൂസ് ആണ്. ഇതുപോലെ വലിയ കലാപം വ്യത്യാസം താങ്കളോട് പറയാനുണ്ട്. ഇടതുപക്ഷം ബംഗാളിൽ ഭരിക്കുന്ന തുടക്കകാലമൊക്കെ കഴിഞ്ഞ ഇടതുപക്ഷത്തിന്റെ അവസാന കാലത്തുമൊക്കെ ഇടതുപക്ഷവും സമാനമായ രീതിയിലുള്ള ഗുണ്ടായിസം താഴെത്തട്ടിൽ വ്യാപകമായി തന്നെ നടത്തിയിരുന്നു. അതിന് അവരും ഈ ഗുണ്ടായിസത്തിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ മാറി നിന്ന ആളുകളൊന്നുമല്ല. തൃണമൂൽ കോൺഗ്രസ് വന്നപ്പോൾ അതിൻ്റെ ഇരട്ടി ഈ ഗുണ്ടകളെല്ലാം, പ്രാദേശികമായ ഇടതുപക്ഷത്തിനൊപ്പം നിന്ന ഗുണ്ടകളെല്ലാം നേരെ തൃണമൂൽ കോൺഗ്രസിൽ പോയി. പിന്നെ തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലായി ഗുണ്ടായിസം. അതിനുശേഷം ഇപ്പോൾ ആ തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള പ്രാദേശിക ഗുണ്ടകളെല്ലാം ഇപ്പോൾ വീണ്ടും BJP-യിലെത്തി. ഇപ്പോൾ BJP-യുടെ നേതൃത്വത്തിലായി ഗുണ്ടായിസം. അപ്പോൾ ആരെങ്കിലും ഞങ്ങൾ ഭരിച്ചപ്പോൾ അങ്ങനെ ഇല്ലായിരുന്നു, ഇതൊന്നും ശരിയല്ല. ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരും ചെയ്യുന്ന അത് ഗുണ്ടകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ പ്രവർത്തനം ഒരാൾ ചെയ്താലും ശരിയല്ല. പക്ഷെ ഞങ്ങൾ ഭരിച്ചപ്പോഴെല്ലാം നല്ലതായിരുന്നു, മറ്റവർ വന്നപ്പോൾ മാത്രമാണ് മോശമായെന്ന് പറയുന്നത് അത്ര ചരിത്രവുമായി യോജിക്കുന്ന ഒന്നല്ല. തികച്ചും ന്യായമായിട്ടുള്ള, ഞാനത് താങ്കളുടെ ആ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുകയാണ്. കാരണം നമ്മുടെ ഈ സംസ്കാരം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്ത്, ഉദാഹരണത്തിന് ത്രിപുരയിലോ അല്ലെങ്കിൽ ബംഗാളിലോ, ഈ രാഷ്ട്രീയ പാർട്ടിയുടെ കൾച്ചറിനനുസരിച്ചല്ല വ്യക്തികൾ പ്രവർത്തിക്കുന്നത് എന്ന് താങ്കൾക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ. മലയാളിയുടെ ഒരു സംസ്കാരമല്ല തമിഴ്നാട്ടിലുള്ളത്. തമിഴ്നാട്ടിലെ സംസ്കാരമോ പ്രവർത്തന ശൈലിയോ ചിന്താഗതിയോ അല്ല ബംഗാളിലുള്ളത്. നമ്മുടെ 28-ൽ പരം വരുന്ന ഈ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ വിവിധ തരത്തിലാണ് അവരുടെ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നില. കാരണം അതുപോലെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ കേരളത്തിൽ BJP പ്രവർത്തിക്കുന്ന കണക്കല്ലല്ലോ വടക്കേ ഇന്ത്യയിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം, വടക്കേ ഇന്ത്യയിൽ ഏറ്റവും വലിയ സ്വാധീനമായിട്ട് BJP ഉള്ള സംസ്ഥാനങ്ങളിൽ ഉണ്ടായതിനേക്കാൾ CPM-ഉം BJP-യും തമ്മിലുള്ള അക്രമവും കൊലപാതകവും കേരളത്തിൽ നടന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ രാഷ്ട്രീയ പാർട്ടിയുടെ തത്വദീക്ഷ അനുസരിച്ചോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു സ്വഭാവ രൂപീകരണം അനുസരിച്ചോ അല്ല ഓരോ സംസ്ഥാനത്തെയും ജനങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നേരത്തെ താങ്കൾ പറഞ്ഞു തികച്ചും പ്രസക്തമായ ഒരു കാര്യമാണ്, ഞാനത് അംഗീകരിക്കുന്നു. അക്രമികൾക്ക് ഏറ്റവും ശക്തി, ഞാൻ ഈ ഗുണ്ടകളുടെ സ്വഭാവം അറിയാലോ, അതുപോലെ എവിടെയാണോ ശക്തി അവിടെ നിൽക്കും. ഈ ജനങ്ങളും അതുപോലെ, ഈ ജനങ്ങൾക്ക് രാഷ്ട്രീയമില്ലാത്ത ഒരു വലിയ വിഭാഗം ജനങ്ങളുണ്ട്. അവരെങ്ങനെയാണെന്ന് നോക്കിയത് ജയിക്കാൻ സാധ്യതയുള്ള പാർട്ടി വോട്ട് ചെയ്യും. അങ്ങനെ ഞങ്ങളൊക്കെ രാഷ്ട്രീയത്തിൽ ഇരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് നേരിട്ട് അറിയാം. എവിടെയാണോ ശക്തി അവിടെ നിൽക്കും. അത് ഒരു വിഭാഗം വോട്ടർമാരും അതുപോലാണ്, ഒരു വിഭാഗം അക്രമികളും അതുപോലാണ്. ഇപ്പോൾ നേരത്തെ ഇടതുപക്ഷത്തെ പരാജയപ്പെട്ട ഇടതുപക്ഷത്തിന്റെ പാർട്ടി ഓഫീസുകളടക്കം പിടിച്ചടക്കി അവിടുത്തെ ഇടതുപക്ഷ പ്രവർത്തകരെ കൊന്നു, അവിടെ ഉന്മൂലനം നടത്തി ഈ തൃണമൂൽ കോൺഗ്രസ്. അപ്പോൾ പണ്ട് നമ്മളെ പൂമ്പാറ്റയിൽ ഒരു കഥയുണ്ട്, ചേരയെ വളർത്താൻ ചേരയെ ഒതുക്കാൻ പാമ്പിനെ വളർത്തിയ ഒരു കാക്കയുടെ കഥയുണ്ട്. അവസാനം ഈ ചേരയും തിന്ന് പാമ്പ് അവസാനം കാക്ക മുട്ടയും ഭക്ഷിച്ച് കാക്കയും തിന്നു എന്ന് പറഞ്ഞ കണക്കുള്ള അവസ്ഥയാണ് ബംഗാളിൽ. എങ്കിലും ഏറെക്കുറെ ശ്രീ രാധാകൃഷ്ണൻ, ശ്രീ തങ്കച്ചനാണ് കോട്ടയത്ത് നിന്നാണ്. ശ്രീ തങ്കച്ചൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ബംഗാളിൽ നടക്കുന്ന നാണംകെട്ട സംഭവങ്ങൾ അത് ആസൂത്രിതമാണോ ജനരോഷമാണോ? നമസ്കാരം സാർ. നമസ്കാരം. എനിക്ക് തോന്നുന്നു ഈ 12 വർഷക്കാലം ബ്രിട്ടീഷ് ഭരണകാലം തിരിച്ചു വന്ന സംശയത്തിലാണ് വന്നിരിക്കുന്നത്. കാരണം എന്ന് ചോദിച്ചാൽ ഇപ്പൊ ബ്രിട്ടീഷ് ഭരണകാലത്ത് അടിച്ചമർത്തപ്പെട്ടവർക്കൊന്നും ജീവിക്കാൻ പറ്റുന്ന സാഹചര്യത്തിലായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ ഇതുപോലെയാണല്ലോ ഈ 12 ദിവസം ഏത് സംസ്ഥാനം എടുത്താൽ BJP-യുടെ ഭരണം വന്നിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മുഴുവൻ അടിച്ചമർത്തുവാൻ ജനങ്ങളെ. അത് തന്നെ നമുക്കറിയാം, ബംഗാളിൽ BJP അധികാരത്തിൽ വരാൻ തന്നെ ഏറ്റവും കാരണം SIR കിറ്റ് എന്നൊക്കെ ഉള്ള പ്രക്ഷോഭം ഉണ്ടായിരുന്നല്ലോ. അതിനുപരിയായുള്ള കാര്യങ്ങളല്ല ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ എന്തൊക്കെ ചെയ്താലും BJP അവരുടെ വർഗീയത തീർച്ചയായിട്ടും ചൂണ്ടിക്കാണിക്കും. നമുക്കറിയാമല്ലോ, കഴിഞ്ഞ ദിവസം പെരുന്നാളിന്
മുസ്ലിങ്ങളെ അവിടെ മൃഗങ്ങളെ കൊല്ലരുത്, നാൽക്കാലികളെ കൊല്ലരുതെന്നൊക്കെ വിളിച്ച്. അതൊക്കെ നമ്മൾ ആരെ എന്താ കഴിക്കുന്ന മൗലിക അവകാശമല്ലേ സാറേ ഇതൊക്കെ? ഇത്തരം കാര്യങ്ങൾ BJP ഇടപെട്ട് അധികാരമോഹികളല്ലേ ഇങ്ങനെയൊക്കെ ഇടപെടുന്നത്? ഞങ്ങൾ പറയും നടപ്പിലാക്കണം. അതിന്റെ അർത്ഥം എന്താ? ബ്രിട്ടീഷ് ഭരണം നിലനിൽക്കൊണ്ടിരുക. ഇത്രയും കാലം വന്ന ഇനിയിപ്പോ എനിക്കൊന്ന് ഈഴവർക്ക് താഴെയുള്ള ജാതിക്കാരും ഇനിയിപ്പം BJP മൊത്തം സംസ്ഥാനങ്ങൾ അധികാരത്തിൽ വന്നാൽ തീർച്ചയായിട്ടും ഇന്ത്യ BJP ഭരിക്കുവാണ്. കോഴി വിളിച്ച് നടക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. എന്റെയൊക്കെ അപ്പന്റെ കാലത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട്, കോഴി വിളിച്ച് നടക്കുന്ന കാലം. ആ ഒരു സമ്പ്രദായത്തിൽ തമ്പ്രാൻ അടിയാവുന്ന രീതിയിലേക്ക് വരും. നമുക്കറിയാലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കൊണ്ടിരിക്കുന്ന ദാസൻ പരിശോധിച്ചാലൊക്കെ നമുക്കറിയാലോ അടിമ ഉടമ വ്യവസ്ഥകളിൽ നിന്നും മാറ്റം ഉണ്ടാക്കിയത് മുതലാളിത്തേക്ക് വന്നൊരു രാജ്യമാണ് ഇന്ത്യ. ഇത്തരം രാജ്യങ്ങൾ ഈ രാജ്യങ്ങളെ അടിച്ചമർത്തുന്ന രീതിയിലേക്കാണ് തീർച്ചയായിട്ടും BJP നമുക്കറിയാം നമ്മളെ ഇപ്പൊ കൊന്നു തിന്നുക BJP. നമുക്കറിയാം ഡീസൽ വില വർധനമായി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം BJP നമ്മളെ കൊന്നു തിന്നുന്ന പോലെയാണ് പ്രവർത്തനമായിരിക്കും. നമ്മൾക്ക് ജീവിക്കാനുള്ള സാഹചര്യം വരുമ്പോൾ നമുക്ക് എപ്പോഴും എല്ലാ കാര്യത്തിലും ഒരു സ്വയം പര്യാപ്തത വേണം. ഈ സ്വയം പര്യാപ്തത ഇല്ലാത്ത കാലമല്ല ഇപ്പോഴും BJP നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് എന്റെ സംശയം. ശരി, താങ്കളുടെ അഭിപ്രായം അങ്ങനെയാണ്. ശ്രീ ശിവദാസനാണ് ബാലരാമപുരത്ത് നിന്നും. ശ്രീ ശിവദാസൻ, താങ്കൾ പറഞ്ഞോളൂ. നമസ്കാരം കിരൺബാബു. നമസ്കാരമുണ്ട്. ഞാൻ രാഷ്ട്രീയം ഒരു പാർട്ടിയെ കുറ്റപ്പെടുത്തി പറയുന്നില്ല, ഒരു രാഷ്ട്രീയവും പറയുന്നില്ല. പക്ഷെ ഇപ്പോൾ നടക്കുന്ന കാര്യം 40 വർഷക്കാലം CPM ഭരിച്ചു, 15 വർഷക്കാലം മറ്റേ തൃണമൂൽ കോൺഗ്രസ് ഭരിച്ചു, BJP വന്നു. പക്ഷെ BJP വന്നപ്പോൾ ജനങ്ങൾക്ക് ഇപ്പോൾ പ്രതികരിക്കാൻ ഒരു ഗവൺമെന്റ് വന്നു എന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും BJP ആയാലും നല്ല കാര്യം ചെയ്യുന്നവർക്ക് തെരുവിൽ കൂടി നടന്നു പോകാം, എപ്പോഴും വരാം, ഒരു കുഴപ്പവുമില്ല. തിരിച്ച് ഇന്ന് അട്ടഹാസം ഇപ്പൊ ഒന്നും നമ്മളിപ്പോൾ ED വന്നപ്പോ കുറെ ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കിയല്ലോ. CPM ആണോ? അല്ല, CPM അല്ല, ഗുണ്ടകളാ. എനിക്ക് എല്ലാം പരിശാറ്റി വ്യക്തമറിയുന്ന ഗുണ്ടകളാണ്. ആ ഗുണ്ടയുടെ ഫാമിലിയാണ്, ഒരു ഫാമിലിപ്പെട്ട ആൾക്കാരാണ് പ്രവർത്തിക്കാൻ പോകുന്നത്. ഫാമിലിപ്പെട്ടവർ, ഒരു ജാതി, ഒരു മതം, ഒരു ബാച്ചുള്ള ആൾക്കാരാ. ഞാൻ പേരെടുത്ത് പറയുന്നില്ല. അതേപോലെ വൈരാഗ്യമുള്ള എംപിമാരോ മന്ത്രിമാരോ ഇറങ്ങി നടക്കുമ്പോൾ പ്രതികരിക്കും. അവിടെ നടക്കുന്നത്. പക്ഷെ ഗവൺമെന്റ് ഇന്ന് അവിടെ നമ്മൾ കാലകാലങ്ങളിൽ ജനങ്ങൾ സേവിക്കുന്ന, ജനങ്ങൾ അറിയുന്ന എത്ര രാഷ്ട്രീയ പാർട്ടികൾ വന്നാലും CPM വന്നാലും എത്ര നയം മാറിയാലും അഭിപ്രായം അക്കാര്യത്തിൽ വ്യക്തമാണ്. എന്തായാലും പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായ അഭിപ്രായ പ്രകടനങ്ങൾ, ഈ അക്രമം ഒരു കാലത്തും ഒന്നിനും പരിഹാരമല്ല. പക്ഷേ ഈ തൃണമൂൽ കോൺഗ്രസിന്റെ കാലത്ത് അവരും സമാനമായ രീതിയിൽ ആക്രമണം നടത്തിയിരുന്നവരാണ്. അതുകൊണ്ടിൻ്റെ ഒരു തിരിച്ചടിയാണ് ഇപ്പോൾ ലഭിക്കുന്നത് എന്ന് പറഞ്ഞവരുമുണ്ട്. പക്ഷേ ഒരു കാലത്തും പ്രേക്ഷകരെ ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുകയാണ്, ഒരു കൂട്ടർ ചെയ്ത തെറ്റ് തിരുത്താനാണ് പുതിയൊരു കൂട്ടർ വരേണ്ടത്. അല്ലാതെ പഴയ കൂട്ടർ തെറ്റ് ചെയ്തുകൊണ്ട് അതിലും ശക്തിയായി ഞങ്ങൾ അവർക്കെതിരെ ഇതേ തെറ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ, ഇപ്പോഴത്തെ ഒരു മന്ത്രിയോട് അഴിമതി ആരോപണത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ മുൻ മന്ത്രി അഴിമതി കാണിച്ചില്ലേ എന്ന് ചോദിച്ച് രക്ഷപ്പെടും പോലെയുള്ള ഒരു തന്ത്രമാണിത്. എന്തായാലും ജനാധിപത്യത്തിന് ശരിയായ ഒരു ഭൂഷണമല്ല ഇത്. ഇന്ത്യക്ക് തന്നെ നാണക്കേടാണ് പ്രധാനപ്പെട്ട പാർട്ടി നേതാക്കളെയൊക്കെ തെരുവിൽ പാർട്ടി അണികളെ ഉപയോഗിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യിക്കുന്നത്. അതിന് ഏതു പാർട്ടി ചെയ്താലും ഇവർ മുമ്പ് ഇതേ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അത് ആവർത്തിക്കാതിരിക്കുക എന്നുള്ളതാണ് ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു പരിഷ്കൃത സമൂഹത്തിന് ചെയ്യേണ്ടത്. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റു വിഷയവുമായി.